അക്ഷരപ്പൂക്കളും സ്നേഹമന്ത്രങ്ങളും സൽക്കലാസർഗ ദീപത്തിൻ വെളിച്ചവും പ്രാണനിലാരോ മയിൽപീലി ചൂടിച്ച വേണുവിൻ ചുണ്ടിൽ നിന്നൂറുന്നൊരീണവും ബന്ധപുഷ്പാഞ്ജലി നീട്ടി ഗുരുവായൂർ ബന്ധുരയെത്തി സ്വരവും ശ്രുതിയുമായി. ഇത്തിരി നേരമി വംശവൃക്ഷത്തിൻ്റെ പൊത്തിലിരുന്നീ അവൾ പൊതി പങ്കിടാ പൊത്തിലിരുന്നീ അവൾ പൊതി പങ്കിടാ. മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള അധികാര കൊതിയന്മാരുടെ ചതികൾക്കും രക്തച്ചൊരിച്ചിലുകൾക്കും എതിരെ മനുഷ്യൻ തന്നെ പടുത്തുയർത്തിയ ചട്ടക്കൂടുകളിലൊന്നാണ് നീതിയും നിയമവും കോടതിയും. എന്നാൽ തിന്മ മാത്രമോഹിയായ മനുഷ്യൻ പണത്തിന്റെയും അധികാരത്തിന്റെയും പിൻബലത്തിൽ ചമച്ചുണ്ടാക്കുന്ന തെളിവുകളുടെയും തെളിവില്ലായ്മയുടെയും സാഹചര്യങ്ങൾ ഒരുക്കി ഓരോ ചട്ടക്കൂടുകളും പൊളിച്ചടക്കുന്നതിന്റെ സാക്ഷികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. അന്നും ഇന്നും എന്നും മനുഷ്യ മനസ്സിന്റെ സംഘർഷങ്ങളുടെ കാവൽക്കാരായി, പ്രതിരോധത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ പടച്ചട്ടയായി നാടകം എന്ന കല നിലനിൽക്കുന്നു. നാനോ ടെക്നോളജിയിലേക്ക് നാം നമ്മുടെ ജീവിതം പറിച്ചു നട്ടത് മൂലം അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലെല്ലാം ദ്രുതഗതിയിൽ അഴിച്ചുപണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഈ കലികാല കാലാവസ്ഥയിലും നാടകാസ്വാദനം എന്ന ഇന്ദ്രിയാനുഭൂതി നെഞ്ചോട് ചേർത്ത് കാത്തുസൂക്ഷിക്കുന്ന ബഹുമാന്യ പ്രേക്ഷകർക്ക് മുൻപിൽ ശിരസ്സു നമിച്ചുകൊണ്ട് സവിനയം ഞങ്ങൾ ഈ നാടകം സമർപ്പിക്കുന്നു. രക്ഷിക്കാൻ പറ്റൂ സാറേ? രക്ഷിക്കാം. അതിനു മുമ്പ് ചില ചടങ്ങുകളുണ്ട്. അറിയാം, കേട്ടിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. കേസ് എന്താണെന്ന് കേൾക്കുന്നതിന് മുമ്പുള്ള വക്കീൽ ഫീസ് 5 ലക്ഷം. A lawyer's profession is a liar's profession. ഒരു വക്കീലിന്റെ ജോലി എന്നുള്ളത് ഒരു നുണയന്റെ ജോലിയാണ്. പക്ഷേ വക്കീലിനോട് കക്ഷികൾ നുണ പറയരുത്, സത്യം മാത്രം പറയണം. കാരണം സത്യം എന്താണെന്ന് അറിഞ്ഞെങ്കിലേ എനിക്ക് കോടതിയിൽ നുണ പറയാൻ പറ്റൂ. പണമായിരുന്നു എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നത്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യായിരുന്നു. ഇന്നെനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ട്. ഒക്കെ ഈ തൊഴിലുകൊണ്ടുണ്ടാക്കിയതാ. പണത്തിനു വേണ്ടിയാണോ സ്നേഹിത ആത്മാർത്ഥ സുഹൃത്തിനെ കൊന്നത്? ആര്? അവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തൊന്നായിരുന്നില്ല. പക്ഷെ അവന്റെ ഭാര്യ എനിക്കൊരു ലഹരിയായിരുന്നു. അവളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനോട് സ്നേഹം ഭാവിച്ചത്. ഭർത്താവിനെ വഞ്ചിക്കില്ലെന്ന് അവൾ തീർത്ത് പറഞ്ഞപ്പോ അവളിൽ എനിക്ക് ലഹരി കൂടി. ഒടുവിൽ കഴിഞ്ഞ മാസം 10-ാം തീയതി രാത്രി, അന്ന് നല്ല മഴയായിരുന്നു, അവനുമായി അവന്റെ വീട്ടിൽ വെച്ച് മനഃപൂർവ്വം ഒരു വഴക്കുണ്ടായി. എന്നിട്ട് ഈ കത്തി കൊണ്ട് അവന്റെ നെഞ്ച് താഴത്തെ കുത്തു. 2ാമത്തെ കുത്തിനായി കൈ ഉയർത്തിയപ്പോൾ എന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന അവന്റെ പതിവ്രതയായ ഭാര്യ. ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു, അവൾ അനുസരിച്ചു. ഭർത്താവിനെ വഞ്ചിക്കില്ലെന്ന് പറഞ്ഞവൾ മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് തന്നെ
അവസാനം അവളെ ചുമരിനോട് ചേർത്ത് പിടിച്ച് ഒറ്റ പൊക്ക്. തീർന്നു. അപ്പോൾ ആ ശബ്ദം കേട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവളുടെ മോൾ എഴുന്നേറ്റ് വന്നത്. അവൾക്കും കൊടുത്തൊരു പണി. അത് കഴിഞ്ഞപ്പോഴേക്കും അവളും ചത്തു. പാവം കിളി പോലൊരു കൊച്ച്. എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ലേ സാർ? എടോ, നിങ്ങൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് അഡ്വക്കേറ്റ് രാമഭദ്രനാണ്. ആ കത്തിക്ക് തരൂ. എന്തിനാ തരൂ. ഇതിന് 1.5 ഇഞ്ച് വീതി കാണും. അതിന് ഇനി 3 ഇഞ്ച് വീതിയുള്ള ഒരു കത്തി വാങ്ങും. എന്തിന്? ആ കത്തി കൃത്യം നടന്ന സ്ഥലത്തിനടുത്തുള്ള കുളത്തിലോ തോട്ടിലോ എറിയണം. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയായി പോലീസ് കണ്ടെടുക്കേണ്ടത് ആ കത്തിയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ എഴുതും 1.5 ഇഞ്ച് വീതിയുള്ള കത്തി കൊണ്ട് നെഞ്ചിലേറ്റ മുറിവ് മൂലമാണ് കക്ഷി മരിച്ചത്. അതിന് തെളിവായി പോലീസ് കോടതിയിൽ ഹാജരാക്കുന്ന ആയുധം നോക്കി ഞാനൊരു ചോദ്യം ചോദിക്കും. 3 ഇഞ്ച് വീതിയുള്ള ഈ കത്തി കൊണ്ട് 1.5 ഇഞ്ച് വീതിയുള്ള മുറിവ് എങ്ങനെ ഉണ്ടാകുന്നു? പ്രോസിക്യൂഷന്റെ ആദ്യത്തെ തെളിവ് തന്നെ ഫ്ലാറ്റ്. പിന്നെ ആ അമ്മയുടെയും മകളുടെയും കൊലപാതകം അത് ഞാൻ മറ്റൊരു തരത്തിലേക്ക് മാറ്റും. സെക്ഷൽ മാനിയ എന്ന അസുഖത്തിന് അടിമയായിരുന്നു അവർ. നീ അവളെയല്ല, അവൾ നിന്നെയാണ് പീഡിപ്പിച്ചത്. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. എടോ, നിയമം ഒരു ചിലന്തി വലയാണ്. ചെറുപ്രാണികൾ അതിൽ കുടുങ്ങും, വലിയവർ രക്ഷപ്പെടും. ചെറുപ്രാണികൾക്കും രക്ഷപ്പെടണമെങ്കിൽ അവർ വക്കാലത്ത് എന്നെ ഏൽപ്പിക്കണം. അഡ്വക്കേറ്റ് രാമഭദ്രൻ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ആപ്തവാക്യത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ന്യായാന്യായങ്ങളുടെ വിചാരണ കോടതികളിൽ നടമാടുന്ന നീതി നിഷേധത്തിനെതിരെ ഗുരുവായൂർ ബന്ധുരയുടെ അരങ്ങൊരുക്കം. വിധി പറയും മുൻപേ. നമ്മുടെ ഓരോ കുടുംബങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ ഓരോ നാടകങ്ങൾ അരങ്ങേറുന്നു. നാം അതിലെ കഥാപാത്രങ്ങളും. ഇവിടെ ഒരു വക്കീൽ കുടുംബത്തിൽ അരങ്ങേറുന്ന ജീവിത നാടകം പകർത്തിയെടുക്കുകയാണ് അതേ വീട്ടിൽ ജോലി ചെയ്യുന്ന ഗുമസ്തൻ പരം. അയാൾ നാടകം എഴുതുകയാണ്, നിങ്ങളെ സാക്ഷിയാക്കി, നിങ്ങൾക്ക് വേണ്ടി.
നോക്കി സൈറ്റ് അടിച്ചപ്പോ അവളെന്റെ പറയാ വന്നു. ശരി, പെണ്ണുങ്ങളായാലും എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം, ചാടി പുറപ്പെടരുത്. നല്ലതായാലും കൊല്ലാനായാലും. കാച്ചിന് ഗതിയില്ലാത്ത ഇവിടെ ഇംഗ്ലീഷ് കാച്ചിലെ കാച്ചി കണ്ട. എപ്പോഴാണ് നിന്നോട് ഞാൻ നോണ പറഞ്ഞത്? തമിഴ്നാട്ടില് സാമുണ്ടേശ്വരി ലോഡ്ജിൽ നാം വേല പാക്കുമ്പോது നിങ്ങൾ അവിടെ 2 മാസം താമസിച്ച് അപ്പുറം എന്നെ കാതലിച്ച് കാതലിച്ച് വലിയ പണക്കാരനാണെന്ന് എന്നോട് சொல்லியாச்சா എന്തൊക്കെ എന്നോട് சொல்லிയത് കേരളാവിൽ நிறைய നിലർക്ക് 2 ബസ് இருக்கு ചെറിയ ബിസിനസ് இருக்கு ഇവിടെ വന്നപ്പോഴാ தெரிஞ்சது உங்களுக்கு ஆகே உள்ளது 2 கீரி அண்டர்வேர் ലുങ്കിയും മട്ടും தான் കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കാനുള്ളത്, എല്ലാം മറക്കാനുള്ളതാണ്. എല്ലാം മറന്നിട്. ആ കൂട്ടത്തില് ആ ഇസ്തിരി ഇടാൻ വന്ന പളനിസ്വാമിയെയും നീ മറന്നിട്. അത് പറഞ്ഞപ്പോ നിന്റെ മുഖത്തടിന്റെ ഒരു വാട്ടം ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ഡിസ്കംപ്ലൈന്റ് ഉണ്ട്. ஐயோ என்ன சொல்ற பழனிசாமி? எனக்கு அண்ணன் மாதிரி. അണ്ണനല്ലല്ലോ. ഈ നാടകം എഴുതി തീരാനുള്ളതാണ്ട. അല്ലെങ്കിൽ ഇവരെ കൊന്ന് ഞാൻ ജയിലിൽ പോയാ കേറിപ്പോടിയടുത്ത്. ഈ വിളിയിൽ വല്ല ആത്മാർത്ഥയുണ്ടോ? നീ മണി അടിച്ചോ, കൂട്ടമണി അടിക്കല്ലേ. കേരളത്തിന്റെ ശക്തി നിനക്ക് അറിയില്ലടോ മോനെ. அண்ணா கேரளத்துல 1000 பேரை நேரிட தமிழ்நாட்டுல ஒரு ஆள் போதும். അത് யாரு? ஏண்டா அண்ணன்? അണ്ണനാ? ஆமா, ரஜினிகாந்த். ഓ വടയപ്പ. அம்மா வணக்கம். அம்மா 2 நாள் முன்னாடி நான் ஊருக்கு போய் திரும்பி வந்தாச்சு. என் ஊர்ல சாமுண்டேஸ்வரி கோவில்ல பெரிய உற்சவம். அந்த சாமுண்டேஸ்வரியில தம்மா பிரசாദം കണ്ടില്ലേടാ, തമിഴനാണെങ്കിലും അവന്റെ ഒരു ഈശ്വര വിശ്വാസം കണ്ടോ? അതാ മുഖത്തെ ഐശ്വര്യം. ഐശ്വര്യമുള്ള ഒരു മുഖേ കാക്ക തേങ്ങാപ്പോളി കൊത്തിക്കൊണ്ട് പോണ പോലെ ഉണ്ട്. അന്യ സംസ്ഥാനക്കാരെ വിശ്വസിക്കല്ല. പക്ഷെ ഇവനെ വിശ്വസിക്കാം. വർഷം എത്രയായെന്ന് അറിയാവോ ഇവിടുത്തെ ഡ്രസ്സൊക്കെ ഇസ്തിരി ഇടാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ ഈ ഇസ്തിരി ഇട്ട് കേരളത്തിൽ മഴ പോലും കുറഞ്ഞു. അതെങ്ങനെയാ? മഴക്കാർ ആകാശത്തുള്ള കേരളത്തിലേക്ക് നോക്കുമ്പോ ഇവിടെ നിറയെ ബംഗാളികളും ഇതുപോലത്തെ കൊഞ്ഞാണന്മാരായ കുറച്ച് തമിഴന്മാരും. സംസ്ഥാനം മാറിപ്പോയെന്ന് കരുതി ആ മഴ അന്യ സംസ്ഥാനത്ത് പോയി പെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അന്യ സംസ്ഥാനക്കാരെ വിശ്വസിക്കരുത്. അത് കഴിക്കരുത്. ഇപ്പൊ കേരളത്തിലേക്കുള്ള പ്രധാനത്തിൽ പോലും കീടനാശിനിയാ, സർവത്ര കീടനാശിനി. അമ്മ ഈയിടെയായിട്ട് നിനക്ക് കുറ്റപ്പെടുത്തലിച്ചിട്ട് കൂടുതലാ. പഴനിസ്വാമി കാപ്പി കുടിച്ചു? ഇല്ലമ്മാ. എനിക്കിപ്പോ കാപ്പി കുടിച്ചിട്ട് പോവാ. ശരിയമ്മ. ഇന്ന് ഡ്രസ് ഒന്നും ഇസ്തിരി ഇടാനില്ല. അടുത്ത ദിവസം വരുമ്പോ തരാം. ശരിയമ്മ. ഇന്ന് കോടതിയുടെ മുന്നിൽ ഭയങ്കര തിരക്കാണല്ലേ? എന്താ കാര്യം? അതെ, വർഗീസ് വധക്കേസിന്റെ വിധി പറയാൻ പോണ ദിവസം. പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന രാമേട്ടനല്ലേ? ഈ കേസിലെങ്ങാനും രാമോദരം സാഹു തോറ്റാൽ ഇവിടെ 2 കൊലപാതകങ്ങൾ നടക്കും. ഒന്ന് വക്കീലമ്മയുടെ രാമേട്ടന്റെ, 2 ഇവിടെ കേസ് അന്വേഷിക്കാൻ വന്ന ടോണി സാറിന്റെ. ഇന്ന് വരെ വാദിച്ച ഒരു കേസും തോറ്റിട്ടില്ലാത്ത രാമേട്ടൻ ഈ കേസിലും ജയിക്കും. വക്കീലമ്മയുടെ രാമേട്ടൻ ആദ്യമായി തോൽക്കുന്ന കേസായിരിക്കും ഇതെന്നാ മറ്റു വക്കീലന്മാര് പറയുന്നത്. അതെ, സാറിനോട് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക് എല്ലാം പറഞ്ഞു. രഘുസാർ അവിടെ. ഓ, ഇന്ന് 2 കേസാ. ഒന്ന് ഫാസ്റ്റ് ട്രാക്കും മറ്റൊന്ന് സെഷൻസ്. പിന്നെ ഞാനിവിടെ CA എന്ന് അന്വേഷിച്ച വർഗീസ് വധക്കേസിന്റെ വിധി വരുന്ന ദിവസവും അമ്മേ, ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ ഞാൻ ജയിച്ചു, വക്കീലമ്മയുടെ ഭർത്താവ് തോറ്റു. ഇനി പറ, എന്തായിരിക്കും ഇന്നത്തെ കേസിന്റെ വിധി? ടോണി എന്റെ മോന്റെ കൂട്ടുകാരനായിട്ടല്ല, സ്വന്തം മോനായിട്ട് കാണുന്നതിന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ആളല്ലേ. ഇനി പറ, ടോണി സാറ് ജയിക്കോ വക്കീൽ സാറ് ജയിക്കോ? പെട്ടെന്നൊരു മറുപടി പറയാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നല്ലവണ്ണം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അവിടെ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഫ്രഷ് ആണെങ്കിൽ മലയാളിക്ക് ഒരു ചായ നിർബന്ധം. ഞാൻ ചമ്പലത്തിനോട് പറഞ്ഞ ചായ ഉണ്ടാക്കി തരാം. അതെന്തിനാ? എന്റെ മോന് ഞാൻ ചായ കൊടുത്താലെന്താ? ഞാൻ ഇപ്പൊ ചായ എടുത്തോണ്ട് വരാം. ടോണി, കോടതി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട്
എന്താ അമ്മ വിശേഷം? അതൊക്കെ പിന്നെ പറയാം. ഉത്തരം പറയാൻ പറ്റാത്തതുകൊണ്ട് ഒഴിഞ്ഞു മാറിയതാ പാവം. എനിക്ക് തോന്നി. സാറേ, സാർ ഒരു കാര്യം, സാറിനെതിരെ ഒരു സമരസമിതി വരും. ആ ബ്ലൈഡിയാക്കാണ് അതിന് പിന്നിൽ. സാറാണ് അവരുടെ ലക്ഷ്യം. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. വർഗീസ് വധക്കേസിൽ അയാളുടെ സുഹൃത്ത് മനോജിനെ അറസ്റ്റ് ചെയ്ത് അയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. സാറിന് അങ്ങോട്ട് നടക്കും. ആ കോടതി പരിസരത്ത് കാണുന്നത് മുഴുവൻ അയാളുടെ ഉണ്ടാകണം. ഈ ഓലപ്പാമ്പുകളെ കണ്ടൊന്നും നമ്മൾ പേടിക്കണ്ട. പരമേട്ടൻ എത്ര തവണ മരിച്ചിട്ടുണ്ട്? ഞാൻ മരിക്കും. ഞാനിപ്പോ അങ്ങനെ ജീവനോടെ നിൽക്കില്ല. വീരുക്കൾ പല തവണ മരിക്കും. ധീരന്മാർക്ക് മരണം ഒന്നേ ഉള്ളൂ. ഇനി പറ, എത്ര തവണ മരിച്ചിട്ടുണ്ട്? സാറിനെ പരിചയപ്പെട്ട മുതൽ ഞാൻ ഇന്ന് വരെ മരിച്ചിട്ടില്ല. വെരി ഗുഡ്. വീരുക്കൾ പല പ്രാവശ്യം മരിക്കും. ധീരന് മരണം ഒന്നേ ഉള്ളൂ. അടിപൊളി ഡയലോഗ്. ഇതൊന്നും ഞാൻ എഴുതിയെടുത്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. വീരുക്കൾ പല പ്രാവശ്യം മരിക്കും. ധീരന് മരണം ഒന്നേ ഉള്ളൂ. അതേ മുകളിൽ കയറി പോയി. എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ലേ, ഞാൻ എഴുതിയെടുത്തോ. ഇതുവരെ എഴുതി തീർന്നില്ലേ? ഈ കലാബോധമില്ലാത്തതിന്റെ മുന്നിൽ ഞാൻ ഇത് വായിക്കില്ല. ആര് പറഞ്ഞു? പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴേ ഞാൻ C.N. ജോസിന്റെയും പറവൂർ ജോർജിന്റെയും ഒക്കെ നാടകം കളിച്ചിട്ടുള്ളവളാ. അപ്പൊ സിനിമയിലേക്ക് ശ്രമിക്കാമായിരുന്നു. എന്തുകൊണ്ട് ശ്രമിച്ചില്ല? നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയേനെ. അവാർഡ് ഇവിടെ അച്ഛന്റെ മോന്റെ ഇടയിൽ ജീവിക്കുന്നതിന് തന്നെ തരണം ഒരു ഓസ്കാർ അവാർഡ്. ഭർത്താവ് അഡ്വക്കേറ്റ് രാമഭദ്രൻ വാദിച്ച ഒരു കേസും ഇതുവരെ തോറ്റിട്ടില്ലാത്ത പ്രഗത്ഭനായ വക്കീല്. പിന്നെന്താ ലക്ഷങ്ങളാ ഫീസ്. മകൻ രണ്ടു കെട്ടി ഇരിക്കുന്നുണ്ട്. സത്യം ആരുടെ പക്ഷത്താണോ അവർക്ക് വേണ്ടിയേ കോടതിയിൽ പോകും. ഫീസോ തുച്ഛം. ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ കത്തിച്ചു വെച്ച നിലവിളക്ക് പോലെ ഐശ്വര്യവതിയായ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന വക്കീലമ്മയ്ക്ക് ഒരു കുടുംബശ്രീ അവാർഡ് കിട്ടും. നീതിക്ക് വേണ്ടി ഇരക്കുന്ന പ്രാവിനെ കൂട്ടിലിട്ട് ഓരോ മണിത്തൂവലും പറിച്ചെടുത്ത് നഗ്നയാക്കുന്നു കറുത്ത കോട്ടിട്ട രാക്ഷസ ബുദ്ധിമാൻ. ഇതെന്ത് ഡയലോഗാടാ? ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? ഈ കൊച്ചു തലേന്ന്. നിനക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്റെ ഉള്ളിൽ ഒരു ഹേമന്ത് കുമാർ ഒളിഞ്ഞു കിടപ്പുണ്ട്. എനിക്ക് ഇന്നത്തെ തലമുറയിലെ ഒരു നാടകത്ത് വേണ്ട. എനിക്ക് ആരെയും പേടിക്കാതെ സ്വതന്ത്രമായി നാടകം എഴുതിയ നട്ടലുള്ള എൻ പിള്ള സാറായാൽ മതി. അല്ല, ആരോട് ചോദിച്ചിട്ടാ നീ ഞങ്ങളുടെ കുടുംബാത നാടകമാക്കിയത്? നീ ഇവിടെ ഇരുന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചോ. ഒരു നാടകത്തിനുള്ള കഥ ഇവിടെ നിന്ന് കിട്ടുമെന്ന് രഘു സാറ എന്നോട് പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും എന്റെ നിരീക്ഷണത്തിലാണ്. നിങ്ങൾ എല്ലാവരും ആയിരിക്കും എന്റെ നാടകത്തിന്റെ കഥാപാത്രം. ഈ പേരെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? ഇമ്പോസിബിൾ. ഞാൻ എൻ പിള്ള സാറിന്റെ ഒരു ആരാധകനാണ്. സത്യമായി പറയുന്ന കലയാണ് നാടകം. അതിൽ നുണ എഴുതി ചേർക്കാറില്ല. വായിക്കോളൂ. അതെ, എഴുതിയ ആള് തന്നെ വായിക്കുന്ന നല്ലത്. എങ്കിലും കേൾക്കാൻ ഒരു സുഖമുണ്ട്. അതിപ്പോ ഞാൻ തന്നെ ആദ്യം ബെല്ലൊന്നും വേണ്ട, വായിക്കും. നാടകത്തിന് ബെല്ല് നിർബന്ധ. ബെല്ല് വേണ്ട. പ്രിയ കലാസ്നേഹികളെ, നിങ്ങൾക്ക് ഞങ്ങളുടെ അഭിവാദനങ്ങൾ. തൃശൂർ ജില്ലാ അഡ്വക്കേറ്റ് കളക്ടർമാരുടെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന ഈ നാടകം വക്കാലത്തും കേസും കോടതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ്. വക്കീലും ജഡ്ജിയും വാദിയും പ്രതിയും അന്വേഷണ ഉദ്യോഗസ്ഥരും കഥാപാത്രങ്ങളായി രംഗത്ത് വരുമ്പോൾ ജീവിച്ചിരിക്കുന്ന പലരുമായും ഇവയ്ക്ക് സാദൃശ്യം തോന്നാം. അങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് തികച്ചും മനഃപൂർവ്വമാണ്. വെല്ലുവിളിക്കട്ടെ. നല്ല വില കിട്ടുമെന്ന് വെച്ചാൽ കൊടുത്തോളൂ കുട്ടിയെ. സീരിയസ് ആയിട്ട് നാടകം തുടങ്ങുമ്പോ തമാശ പറയാൻ നിൽക്കല്ലേ. വെല്ലുവിളിക്കാൻ ഒരു തറ പിന്നിൽ ഒരു മറ മുന്നിൽ കാണികളും ആ തറയിൽ ഇഴയും നിഴലുകളിത്തിരി വെട്ടും തേടുന്നു. ഒരു തറ പിന്നിൽ ഒരു മറ മുന്നിൽ കാണികളും
നിൽക്കുന്നൊന്നും കക്ഷികളല്ല, ഗുണ്ടകളാ. നോക്കിയേ, ആ കറുത്തകാരന്റെ അടുത്ത് നിൽക്കുന്ന ചുവന്ന ഷർട്ടിട്ട് ആളിനെ കണ്ടോ? അവനാണ് ആത്തറാന്റെ 6 കുത്തികേസിലെ പ്രതിയാ. പിന്നെ ആ കറുത്തകാരന്റെ അപ്പുറത്ത് നിൽക്കുന്ന 3 പേരും പക്ക ക്രിമിനലുകളാണ്. ഇനി വിധി പറയാൻ പോകുന്ന കേസിലെ പ്രതികളുടെ ആൾക്കാരാ അവരൊക്കെ. ഈ കേസിലും പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന രാമേട്ടനല്ലേ? ഈ കേസിലെങ്ങനെ രാമഭദ്രൻ സാറ് തോറ്റാ കോടതി വളപ്പിലേക്ക് കൊല്ലാനാ അവരെ നിൽക്കുന്നത്. ഇനിയിപ്പോ എന്തൊക്കെയാണോ ഉണ്ടാവുക? 2011 ജൂൺ മാസം 27-ാം തീയതി മാളിയേക്കൽ വർഗീസ് എന്ന വ്യാപാരിയെ കൊലപ്പെടുത്തുകയും വർഗീസിന്റെ ഭാര്യയെയും മകളെയും പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് ആരോപിക്കുന്ന മനോജ് കുറ്റക്കാരനാണെന്ന് തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ആയതിനാൽ ഈ കേസിലെ പ്രതിയായ മനോജിനെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് ഈ കോടതി വെറുതെ വിടും. എന്റെ ചാക്കോസാർ എത്ര സന്തോഷിക്കാൻ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? വിധി അറിഞ്ഞില്ലേ? എന്റെ വിധി പറഞ്ഞാൽ എന്റെ ആത്മസുഹൃത്ത് മനോജിനെ കോടതി വെറുതെ വിട്ടു. ഈ മനോജ് എന്ന് പറഞ്ഞത് കൊലയാളിയല്ലേ? അതേടോ, അവൻ കൂടെ ഉണ്ടെങ്കിൽ ചാക്കോ ഫിനാൻസിയേഴ്സിന്റെ ആസ്തി കൂടും. എല്ലാം നമ്മുടെ രാമഭദ്രമക്കൽ എടുക്കുക. പണം എനിക്കൊരു പ്രശ്നമല്ല. അവൻ കൂടെ ഉണ്ടെങ്കിൽ പണം ഉണ്ടാക്കി എനിക്കറിയാം. നമുക്ക് ആഘോഷിക്കണല്ലോ. എന്നെ മനസ്സിലായി? ഞാൻ ചാക്കോ ഫിനാൻസിയേഴ്സ്. ആളുകൾക്ക് ആവശ്യത്തിന് പണം കൊടുക്കുക, അത് അവരുടെ പക്കൽ നിന്ന് തിരിച്ചു വാങ്ങുക. ഇല്ലെങ്കിൽ ഈട് വെച്ചത് ബാങ്കിന് സ്വന്തം എന്ന് കരുതി നാളെ സാറ് ഇടിന് വന്നാൽ ഒരു തന്റെ പേര് കാണില്ല. സാറല്ല മനോജിനെ അറസ്റ്റ് ചെയ്തു, സാറല്ല കേസ് അന്വേഷിച്ചത്, സാറല്ല കേസ് കോടതി ചാർജ് ചെയ്തത്. ഞാൻ അവനെ ജാമ്യത്തിൽ വിടാൻ പറഞ്ഞപ്പോൾ താൻ എന്താ പറഞ്ഞത്? അവന് ജാമ്യം കൊടുക്കില്ല, അവനെ കൊണ്ട് അഴിയെണ്ണിക്കുമെന്ന്. എന്നിട്ട് എന്തായി? താൻ ഫ്രെയിം ചെയ്ത കേസിൽ നിന്ന് പുഷ്പം പോലെ രാമഭദ്രൻ വക്കീൽ അവനെ ഇറക്കിക്കൊണ്ടുവന്നില്ലേ? കോടതി പറഞ്ഞു കേട്ടില്ലേ അവനല്ല കുറ്റവാളിയെന്ന്? ഇനി ഞാനും സത്യം പറയാം, അവൻ തന്നെയാ ചെയ്തത്. കോടതി നിരപരാധി എന്ന് പറഞ്ഞവനെ ഇനി കുറ്റവാളി കഴിയില്ല. നീയൊക്കെ രക്ഷപ്പെടും. വിലയ്ക്ക് വാങ്ങാൻ കുറെ തെളിവുകളും മാർക്കറ്റ് വിലയുടെ പരമാവധി കൊടുക്കാൻ കുറെ കുറ്റവാളികളും അത് വാങ്ങാൻ കുറെ വക്കീലന്മാരുണ്ടെങ്കിൽ നീയൊക്കെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടും. അതുകൊണ്ടാ എന്റെ കോടതിയുടെ ശിക്ഷ ഞാൻ ആദ്യമേ കൊടുത്തത്. അവന്മാരൊക്കെ കസ്റ്റഡിയിലെടുത്ത് 4 ദിവസം കഴിഞ്ഞിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്, 5-ാം ദിവസം വൈകുന്നേരം ആ കോടതിയിൽ ഹാജരാക്കുന്നത്. 12 വർഷം ജയിലിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആ 4 ദിവസം കൊണ്ട് അവർ അനുഭവിച്ചിട്ടുണ്ടോ? ചോദിച്ചു നോക്ക് തന്നെ കൊട്ടേഷൻ ടീമിനോട്. ഇനി കൂടിയ 2 മാസം അത്ര അവർക്ക് ആയുസ്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞത് എന്നല്ല. പിന്നെ ഒരു കാര്യം, കോടതി പുറത്തു വിട്ടെന്ന് കരുതി വീടിന് പുറത്തെങ്ങാനും ഒരു ഒറ്റണത്തിനെ കണ്ട സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതിന് ഞാൻ അവരെ പൊക്കിയിരിക്കും. ഇനി ഒരു 4 ദിവസം കൂടി അവന്മാർ എന്റെ കൈ കിട്ടിയ പിന്നെ വേറെ ടീമിനെ ഇറക്കേണ്ടി വരുന്നതാണ് അവര്. നല്ല ആയുർവേദ ചികിത്സ കിട്ടിയാ മാറാത്ത പരിക്കുണ്ട്. അതിന് കോട്ടക്കില് ബെസ്റ്റാ. ഞാൻ വിചാരിച്ചു ഈ കേസ് കൈവിട്ടു പോകുന്നത്. മറ്റു പലരെയും പോലെ ചാക്കോയ്ക്കും അങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അവരെ രക്ഷിക്കാമെന്ന് ഞാൻ വാക്ക് തന്നല്ലേ, അത് ഞാൻ നിറവേറ്റും. അതിനുവേണ്ടി കേസിന്റെ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും. അതാണ് മറ്റു വക്കീലന്മാരിൽ നിന്ന് രാമഭദ്രൻ വക്കീൽ വ്യത്യസ്തനാക്കുന്നത്. രക്ഷകൾ തന്നാലെന്താ? വക്കീലൊരു കേസ് എടുത്താൽ അത് ജയിച്ചു എന്നർത്ഥം. ചാക്കോ, കാലത്തെയും പ്രപഞ്ചത്തെയും അതിന്റെ ഗതിവിഗതികളിലൂടെ നോക്കിക്കാണുന്ന ഇന്നത്തെ സാധാരണ ജനത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടന എന്ന പടുവൃക്ഷത്തിന്റെ തണലിൽ തൂങ്ങിക്കിടക്കുന്ന ഓരോ നിയമത്തിന്റെയും തലമുടി നാരിഴ കീറി മുറിച്ച് അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ ചമച്ച് എനിക്കെതിരെ വരുന്ന വാദമുഖങ്ങളെ കാലിടറി വീഴ്ത്തി കോടതിയിൽ അജയ്യനായി നിൽക്കും ഈ രാമഭദ്രൻ. ബിക്കോസ് ഐ ആം എ പ്രൊഫഷണൽ അഡ്വക്കേറ്റ്. ഒരു ജഡ്ജി ആകണമെങ്കിൽ എനിക്ക് എന്നെ ആകാമായിരുന്നുള്ളൂ. ജഡ്ജി 1 മാസം വാങ്ങുന്ന ശമ്പളം ഒറ്റ ദിവസം വാങ്ങുന്ന ഒരു വക്കീലായിരിക്കുന്നതിന്റെ സുഖമുണ്ടല്ലോ, അതൊന്നും വേറെയാണോ ചാക്കോ?
പിന്നെ ഇന്ന് വൈകിട്ട് എന്റെ വക ഡിന്നർ പഴയ സ്ഥലത്ത് വന്നാൽ മതി. ഈ കേസ് വെച്ചിട്ട് മാത്രമല്ല, ബാങ്കിൽ പണയം വെച്ച ടൗണിലുള്ള 20 സെന്റ് ഭൂമി ബാങ്കിന്റെ ഇതാക്കി തന്നതിന് വക്കീലിനെ നീക്കങ്ങളാണ് സഹായിച്ചത്. കോടികളാണെന്റെ വീല ബാങ്ക് ആ ഭൂമി വിറ്റു. ബാങ്ക് വിറ്റോ അതോ ചാക്ക് വിറ്റോ? ജഡ്ജി നിൽക്കുന്നുണ്ടോ കോടതി, ചാക്കോ നിൽക്കുന്നുണ്ടോ ബാങ്ക്, വാരി കൊടുക്കും ഞാൻ, എന്നിട്ട് ഇരട്ടി കൂലി എടുക്കും. ചാക്കോ വിശ്വാസിയാ. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസണുള്ള സീസണും കൊടുക്കും. അത് എത്ര കൊടുക്കണമെന്ന് ചാക്കോ ചന്ദ്രയ്യ ദൈവമിനോട് നീതി കാണിക്കില്ല. സീസറും എന്നോട് നന്ദികേട് കാണിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് കാണിച്ചാൽ അവർ ആരായാലും ചാക്കോ ക്ഷമിക്കില്ല. ചാക്കോ, സീസറും ദൈവവും ഒരുമിച്ച് ഒരു തട്ടി നിന്നാലും അഡ്വക്കേറ്റ് രാമഭദ്രൻ നിൽക്കുന്ന തട്ട് താഴ്ന്നു തന്നെ നിൽക്കും. ബിക്കോസ് ഐ എം എ പ്രൊഫഷണൽ അഡ്വക്കേറ്റ്. ചാക്കോയ്ക്ക് പോകാം. ഇന്നത്തെ സായാഹ്നം ഇനി എന്റെ കുടുംബത്തോടൊപ്പം. അത് നമുക്ക് പിന്നീട് ഒരിക്കലാവും. ഇങ്ങനെ ചക്കരയ്ക്കും കള്ളിനും ചെത്തുന്ന ഒരാൾ വേറെ ഉണ്ടാവില്ല. ഉണ്ടാവട്ടോ. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിലേ നമ്മൾ വക്കീലന്മാർക്ക് പണിയുള്ളൂ. എല്ലാവരും നിയമം അനുസരിക്കുന്നവരായാൽ പിന്നെ നമ്മൾ വക്കീലന്മാർക്ക് എന്ത് പ്രയോജനം? എന്റെ വക്കീലാമേ, ഇവിടെ അക്രമങ്ങൾ പെരുകട്ടോ. വിജയങ്ങൾ എപ്പോഴും രാമഭദ്രൻ വക്കീലിന്റെ ഒപ്പമാണോ? എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന പോലെ നമ്മുടെ മോനെ ഒന്ന് ചേർത്ത് പിടിച്ചാലെന്താ? ആണും പെണ്ണുമായി നമുക്കൊന്നല്ലേ ഉള്ളൂ. നമ്മുടെ മോനല്ലേ അവൻ. അപ്പോ ഞാൻ അവനെ സ്നേഹിക്കുന്നില്ലെന്നാണ് താൻ പറയുന്നത്? മാറി നിന്നല്ല മക്കളെ സ്നേഹിക്കേണ്ടത്, നേരിട്ട് സ്നേഹിക്കണം. അതിന് താനുണ്ടല്ലോ, തന്നെ അവൻ തിരിച്ചും സ്നേഹിക്കുന്നുണ്ട്. ഇനി ഞാൻ കൂടെ സ്നേഹിച്ചിട്ട് തന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് അളന്നു മുറിച്ചല്ല, അമ്മയുടെ സ്നേഹം എടുത്തല്ല അച്ഛന് കൊടുക്കേണ്ടത്. കോടതി മുറി പോലെ വീടിനെ കാണരുത്. അങ്ങനെ കാണുന്നതാ നിങ്ങളുടെ കുഴപ്പം. പിന്നെ കോടതി അതിന്റെ തൊഴിലാ, മൈ പ്രൊഫഷൻ എന്ന് കരുതി ഒരു അച്ഛന്റെ സ്ഥാനം ഞാൻ മറന്നു എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഐ എം സോറി, ഐ എം വെരി സോറി. ഈ നെഞ്ചിലാടോ ഞാൻ അവനെ കൊണ്ടു നടക്കുന്നത്. കുഞ്ഞുനാളിലെ അമ്മയായ നിന്റെ താരാട്ടുപാട്ട് കേട്ടല്ല നമ്മുടെ മകൻ ഉറങ്ങിയിരുന്നത്. അവൻ എന്നും വാശി പിടിച്ചിരുന്നത് ഞാൻ പാടി ഉറക്കാനാ. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എനിക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ട പാട്ട് ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമൽ ഉറക്കമായി. ഇന്നും ഈ നെഞ്ചിലൊന്ന് കമിഴ്ന്ന് കിടന്നാൽ മതിയടോ. അവനെ മാറോട് ചേർത്ത് പിടിച്ച് താരാട്ടുപാടി ഉറക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ നമ്മുടെ മകൻ എല്ലാ അച്ഛന്മാരെ പോലെ ഞാനും ആഗ്രഹിച്ചു, വാദിച്ചൊരു കേസും തോൽക്കാത്ത ഒരു വക്കീലായി എന്റെ മകൻ മാറണമെന്ന് ഞാൻ ആഗ്രഹിച്ച് തെറ്റാണല്ലോ. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ചില വാശിയൊക്കെ വേണം. നമ്മുടെ മകനതില്ല ജാനകി. മനസ്സിലായി? ഓ, ഇതെങ്കിലും മനസ്സിലായല്ലോ. ഒത്തിരി സന്തോഷം. എനിക്ക് മനസ്സിലായത് മറ്റൊന്ന്. ഏതോ സിനിമയിലെ അച്ഛനെ പോലെ മക്കളോടുള്ള സ്നേഹം ഉള്ളിലൊതുക്കി നടക്കുക, അവസാനം അത് പ്രകടിപ്പിക്കുക. ഇതേ ജീവിതമാ. തന്റെ ഉള്ളിലെ പഴയ കലാകാരി, ആ നാടകക്കാരി ഇപ്പൊ പുറത്തു ചാടി. മോളെ എവിടെ പോ? ഇങ്ങോട്ട് പോന്നോ? ഗുഡ്. പിന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇല്ല 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 ഇല്ല, അത് വരുമ്പോ പറയാം. അമ്മ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ കൊടുക്കാം. ഹലോ, കട്ടായി പോയി. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. നിന്റെ ഫോൺ എന്താ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്?
തകരാറാ. അവളെ വിളിച്ച് നേരത്തെ പറയണമെന്ന് ഞാൻ വിചാരിച്ച, പക്ഷെ പരീക്ഷ ആയതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. വിളിച്ചില്ലെങ്കിലും അവള് തക്ക സമയത്ത് തന്നെ എത്തുമല്ലോ, അതാ മനപ്പൊരുത്തം. പരീക്ഷ കഴിഞ്ഞ റിസൾട്ട് വരാൻ കാത്തു നിൽക്കണ്ട. അതിനു മുമ്പ് രഘുവുമായിട്ടുള്ള അവളുടെ വിവാഹം നടത്തണമെന്ന എന്റെ ആഗ്രഹം. ഞാൻ മനസ്സിൽ കണ്ടത് താമാനത്ത് അതും മനപ്പൊരുത്തം. വിവാഹം കഴിഞ്ഞാൽ അവൾ ഒറ്റയാണെന്നൊരു തോന്നൽ അവൾക്ക് ഉണ്ടാവില്ല. നമ്മളല്ലേ അവൾക്കുള്ളൂ. അച്ഛന്റെ അമ്മയുടെ ലാളന് കിട്ടാൻ ഭാഗ്യം ഉണ്ടായില്ല. ഇന്ന് അവളുടെ അച്ഛനമ്മയും മരിച്ച ദിവസം നമ്മളത് മറന്നു. അതിപ്പോ വർഷം 10-12 കഴിഞ്ഞില്ലേ? എന്റെ ഒരേ ഒരു പെങ്ങള അന്ന് അപകടത്തിൽ അവളുടെ ഭർത്താവിനോടൊപ്പം അവിടെ പോയി. മരണക്കിടക്കയിൽ വെച്ച് നമ്മളെ ഏൽപ്പിച്ചെന്ന ദുർഗമോളെ. അന്നു മുതൽ നീ അവൾക്ക് അമ്മയും ഞാൻ അച്ഛനുമായി. ഇതുപോലൊരു പിറന്നാൾ ദിവസമായിരുന്നു ആ ദുരന്തം. അതിനുശേഷം ഈ വീട്ടിൽ ഒരു പിറന്നാളും ആഘോഷിച്ചിട്ടില്ല. മോൻ അറിഞ്ഞാൽ സമ്മതിക്കില്ല. അവൻ അറിയാതെ ഇതൊക്കെ ചെയ്തത്. അല്ല, കണ്ടില്ലേ പരമാവധി ചെയ്തത്. പിന്നെ ഞാനൊരു സർപ്രൈസ് സൂക്ഷിക്കുന്നുണ്ട്. എന്താ? അതിപ്പോ പറയില്ല. അതിന് മുഖ്യാതിഥി വരട്ടെ. അല്ല, ദാ വിശിഷ്ടാതിഥി എത്തിയല്ലോ. ദാ എത്തിക്കഴിഞ്ഞോള്. കൃത്യസമയത്ത് തന്നെ എത്തി. അല്ല, എന്താ പെട്ടെന്ന്? എന്തോ മനസ്സിനൊരു സുഖമില്ല. എന്ത് പറ്റി മോളെ? ഇന്ന് ഞാൻ ഒറ്റയ്ക്കായ ദിവസമല്ലേ, ഹോസ്റ്റലിൽ ഇരുന്ന വേണ്ടാത്ത ചിന്തകൾ, അതുകൊണ്ട് ഞാൻ ഇങ്ങ് പോന്നു. അല്ല എന്താ ഇവിടെ ഒരു ആഘോഷത്തിന്റെ സെറ്റപ്പ്? രഘുവേട്ടനെവിടെ? ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയാൽ ഈ മാസം 13-ാം തീയതിയാ. നാളെ വെച്ച് നോക്കിയാൽ ഇന്ന് രഘുവിന്റെ ജന്മദിനം. ആഘോഷത്തിന്റെ ഒരുക്കങ്ങളായതൊക്കെ. രഘുവിന്റെ സമ്മതിച്ച് ആഘോഷിക്കാൻ? ഏയ്, അവനൊന്നും അറിയിട്ടില്ല. അവൻ പോയതിനു ശേഷം പരമുന്റെ പരിപാടിയാ. എന്നാലും അമ്മയ്ക്ക് എന്നോട് പറയായിരുന്നു. എന്താ മോളുടെ പരീക്ഷ എടുത്തിരിക്കല്ലേ, അതുകൊണ്ടാ പറയാതിരുന്നത്. പിന്നെ പരീക്ഷക്കൊന്ന് കഴിയട്ടെ, ഞങ്ങൾ ചില സുപ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കട്ടെ. എന്ത് കരുതി മാർക്കൂട്ടം കുറഞ്ഞു പോകരുത്. യൂണിവേഴ്സിറ്റി ടോപ്പ് സ്കോറർ ആയിരിക്കണം എന്റെ പൊന്നുമോള്. അച്ഛൻ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കും. നിങ്ങളല്ലാതെ വേറെ ആരും എനിക്കുള്ളത്. എന്നാലും ഞാൻ എന്നും എന്റെ അച്ഛനമ്മയും കാണാറുണ്ട്. ആദ്യ മയക്കത്തിൽ അവരെന്റെ അടുത്തേക്ക് വരും. അമ്മ എന്റെ മുടിയിൽ തലോടും. അച്ഛൻ എന്നോട് ശ്രദ്ധിച്ച് പഠിക്കാൻ പറയും. ഞാനപ്പോ അവരോട് ചോദിക്കും, അച്ഛന്റെ അമ്മയുടെയും കൂടെ കാറിലിരുന്ന് എന്നെ എന്തേ കൂടെ കൊണ്ടുപോകാതിരുന്നത്? എന്റെ പ്രതീക്ഷയാണ് 4 മാസങ്ങൾ കൂടി കഴിയുമ്പോ നീയും എൻറോൾ ചെയ്തൊരു വക്കീലാവും. എന്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യണം. വാദിച്ചൊരു കേസും തോൽക്കാത്ത അഡ്വക്കേറ്റ് രാമഭദ്രന്റെ പേര് നിന്നിലൂടെ എനിക്ക് നിലനിർത്തണം. എന്റെ മകനിലൂടെ സാധിക്കാത്തത് നിന്നിലൂടെ എനിക്ക് സാധിക്കണം. എന്തിനാ നല്ലൊരു ദിവസമായിട്ട് മോനെ കുറ്റം പറയുന്നത്? കുറ്റം പറഞ്ഞല്ല ജാനകി, അവന്റെ കുറവ് ചൂണ്ടിക്കാണിച്ചത്. രാമഭദ്രൻ എന്ന രഘുവിന്റെ അച്ഛന് അവരെ ജീവനേക്കാളും ഇഷ്ടമാണോ? പ്രകടിപ്പിച്ചാൽ എന്താ? അവനോടുള്ള എന്റെ സ്നേഹം എന്റെ മനസ്സിലാണ്. അതിന്റെ ആഴവും പരപ്പും ഒത്തിരി വലുതാ. ഇനി അവർ പ്രകടമായ സ്നേഹം നൽകേണ്ടത് ഇവളാ, ദുർഗ. ഈ സ്നേഹവും ആശ്വാസം ഉള്ളതുകൊണ്ടാണ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ദുഃഖം ഞാൻ മറക്കുന്നത്. ജീവിതത്തിൽ തനിച്ചെല്ലെന്ന തോന്നലുണ്ടാകുന്നത്. ഈ അച്ഛന്റെ അമ്മയുടെ സ്നേഹം ഇല്ലായിരുന്നെങ്കിൽ ഇന്നീ ദുർഗ ഈ ലോകത്തുനിന്ന് പോയേനെ. എന്താ മോളെ ഇത്? നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ആരൊക്കെ എപ്പൊക്കെ പോണമെന്നേ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ചുമ്മാ സുന്ദരി കുട്ടിയായി വാ. ഞാൻ വന്നിട്ട് പോയാൽ മതി എന്ന് പറയണേ. അല്ല, എവിടെ തന്റെ വക്കീല്? ഇന്നിന് വരാതിരിക്കുവോ? രഘുസാറ് വരും, അത് ഉറപ്പാ. അല്ല വക്കീലമ്മ, ഇനിയിപ്പോ രഘുസാറ് വരുവോ? അതല്ല ഞാൻ ചോദിച്ചത്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞോ? അയ്യോ, ഞാൻ ഇങ്ങോട്ട് ചോദിച്ചു. അത് ഞാനെന്താ പറഞ്ഞേ? എന്താ പറഞ്ഞത്? അതിന്റെ ഞാനും പറഞ്ഞോളൂ. ഒരു പഴയ
നിന്നു. സ്റ്റാൻഡില് രഘു സാർ വരുന്നു. അമ്മേ എന്താ ഇവിടെ വരവേട്ട അമ്മ കാര്യം എന്താ എന്റെ പരമേട്ട എന്താണെന്ന് പറ. എന്നോടൊന്നും പറയുന്ന ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞേക്കണേ. അമ്മേ എന്താ അമ്മ കാര്യം? എടാ പൊട്ടാ, ഇന്ന് ജന്മദിനമല്ലേ? ജന്മദിനം ആരുടെ? എന്റെ എന്നിട്ടെന്താ എന്നോട് പറയാൻ? നിനക്കിതൊന്നും ഇഷ്ടമല്ലെന്നറിയാം, അത് നേരത്തെ പറയാതിരുന്നേ. മുഴുവൻ വലിച്ചു ആ, അതെ, അതെ, അതെ. ഇനി അതിനുവേണ്ടി ഇവിടെ കിടന്ന് ബഹളമൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ നിർബന്ധിച്ചിട്ടാ ഇതൊക്കെ. നിന്റെ അടുത്ത ജന്മദിനത്തിന് അമ്മ ഉണ്ടാവില്ല എന്നൊരു തോന്നൽ. എന്താ അമ്മ എങ്ങനെയൊക്കെ? അങ്ങനെ ഒന്നും അമ്മ മരിക്കില്ലടാ. നിന്റെ ദുർഗയുടെയും കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്കുണ്ടാവുന്ന കുട്ടികളെ ലാളിച്ച് ആ കുട്ടികൾ വളർന്ന് അവരുടെ കല്യാണവും കഴിഞ്ഞ് അവർക്കുണ്ടാവുന്ന കുട്ടികളെ ലാളിച്ച് വക്കീലമ്മ പോകും. ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നില്ല. പോയിട്ട് അത്യാവശ്യം അടുത്ത ആഴ്ച കോടതിയിൽ കേസുണ്ട്. അപ്പോഴാണ് മറ്റേടാ അമ്മേ. ദുർഗ നിന്നെ എന്തിനാ അന്വേഷിച്ചു? ഓ അത് പിന്നെ അമ്മേ ഇവനെ കുറിച്ചുള്ള പരാതികൾ പറയാനാ. ആ കേസ് എടുക്കാനുള്ള സമയമില്ല. പിന്നീടാ മറ്റേ. അപ്പൊ എനിക്കിന്ന് വയസ്സ് 30. ജന്മദിന ദിവസം വയസ്സ് പറയുന്നത് ആയുസ്സിനും ആരോഗ്യത്തിനും നന്നല്ല. ഒരുപാട് സ്നേഹവും സുഖമുള്ള നോവുകളും ഓർമ്മയിൽ സൂക്ഷിക്കാൻ സുന്ദരമായ സ്വപ്നങ്ങളും നൽകിയ എൻ്റെ പുന്നാരമോന്റെ ജന്മദിനത്തിൽ അമ്മയുടെ ജന്മദിന സമ്മാനം. അമ്മോനെ, ജാതകവശാൽ നിനക്ക് കാലം കുറച്ച് നന്നല്ല. ആലോചിക്കാതെ പ്രവർത്തിച്ച് അനർത്ഥങ്ങൾ വരുത്തി വെക്കരുത്. എന്ത് ചെയ്യുമ്പോഴും 2 വട്ടം ആലോചിക്കണം. വിധിയെ തടുക്കാൻ നമുക്ക് കഴിയില്ല, പക്ഷേ വിധിയുടെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. ഓപ്പറേഷൻ കൊണ്ട് മാറേണ്ടത് ഒരു ഗുളിക കൊണ്ട് മാറുമെന്നർത്ഥം. എന്താ ശരിയല്ലേ? എന്ത് പിറന്നാൾ സമ്മാനമാണെങ്കിൽ എൻ്റെ കയ്യിൽ തരാനൊന്നുമില്ല. ആകെ ഉള്ളതൊരു നാടകം, അത് എഴുതി തീർന്നിട്ടില്ല. പിന്നെ ഒരു പാവം വന്നെ ഏൽപ്പിച്ചത് സമ്മാനം. കോപ്പി 603/83 വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ. ഒരു വാഹനാപകടത്തിൽ വലത് കൈ അച്ചുപോയ കേസാണ്. ഭാര്യയും 2 കുട്ടികളുമുണ്ട്. അപകടം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം കിട്ടിയില്ല. പാവങ്ങളാണ്. ഓഫീസിൽ സൗജന്യ നിയമസഹായത്തിന് വന്ന കേസാണ്. വക്കീൽ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവന്റെ കേസ് വാദിച്ച് നീതി നടപ്പാക്കി കൊടുക്കാൻ ജന്മദിനത്തിൽ വക്കാലത്ത് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് ഈ ജന്മദിനത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വിലപ്പെട്ട സമ്മാനം. പരമേട്ടാ, ഇത് നമുക്ക് ഫയൽ ചെയ്യാം. Many, many happy returns of the day. കിടക്കുന്ന പുതിയ BMW കാർ എന്റെ ജന്മദിന സമ്മാനം. ഇതതിന്റെ റിമോട്ട് കീ. എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വില കൂടിയ സമ്മാനം ഇളനീല കളർ. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. അതെനിക്കറിയാം. അതുകൊണ്ടാണ് ആ കളർ തന്നെ ഞാൻ പ്രത്യേകം സെലക്ട് ചെയ്തത്. അച്ഛൻ മോന് നൽകുന്ന ഏറ്റവും വലിയ പിറന്നാൾ സമ്മാനം. പക്ഷെ അതിന് ഈ സമ്മാനം ഞാൻ സ്വീകരിക്കുന്നില്ലെങ്കിലോ? ഒരുപാട് ഗുണ്ടകളെയും ക്രിമിനൽസിനെയും ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചതിന് പ്രതിഫലമായി കിട്ടിയ ലക്ഷങ്ങൾ കൊണ്ട് വാങ്ങിച്ചതൊന്നും എനിക്ക് വേണ്ട. ഇതാക്കാം. എന്താ നീ പറയുന്നത്? അമ്മത് ഇടപെടണ്ട. ഗുണ്ടകൾക്ക് ക്രിമിനൽസിന് വേണ്ടിയല്ലാതെ നീതി നിഷേധിക്കപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടി ഇന്നേ വരെ ഒരു കേസിൽ അച്ഛൻ വാദിച്ചിട്ടുണ്ടോ? ശിക്ഷിക്കപ്പെടേണ്ടവരല്ലാതെ ആരെങ്കിലും ഒരാളെ രക്ഷിച്ചിട്ടുണ്ടോ? അച്ഛൻ്റെ കയ്യിലുള്ള പണത്തിന് ഈർപ്പില്ല, രക്തത്തിന്റെ മണ. അതുകൊണ്ട് വാങ്ങിച്ചൊന്നും എനിക്ക് വേണ്ട. ഈ താക്കോലിന്റെ കയ്യിലെന്നെ പൊള്ള. ഇത് തിരിച്ചു വാങ്ങിക്കുന്നോ അതോ ഞാൻ?
കേസ് വാദിക്കുന്നത്. അപ്പൊ അയാളെ രക്ഷിക്കേണ്ട ചുമതലയും അയാൾക്ക് വേണ്ടി കേസ് വാദിക്കുന്ന വക്കീലിന്റെ. പിന്നെ നീ പറഞ്ഞല്ലോ രക്തം മണക്കുന്ന പണം കൊണ്ട് വാങ്ങിയതൊന്നും നിനക്ക് വേണ്ട എന്ന്. ആ പണം കൊണ്ടാണ് നീ പഠിച്ചത്, നീ വളർന്നത്. ഇപ്പൊ എന്റെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ നിന്നെ പ്രാപ്തനാക്കിയത്. ഒരു ശരി തെറ്റാണെന്ന് ബോധ്യപ്പെട്ട വീണ്ടും അത് ആവർത്തിക്കുന്നത് അതിലും വലിയ തെറ്റ്. ആ ബോധ്യത്തിലാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. പിന്നെ മക്കളായാലും അവരെ പഠിപ്പിക്കേണ്ടതും വളർത്തേണ്ടതൊക്കെ മാതാപിതാക്കളുടെ ചുമതലയാണ്. എന്നോട് ചോദിച്ചാണ് നിങ്ങൾ എനിക്ക് ജന്മം നൽകിയത്. ഇങ്ങനെയാണ് അച്ഛനോട് സംസാരിക്കുന്നത്. മാപ്പ് പറയടാ, മാപ്പ് പറയാൻ. ഈ സമ്മാനം കാണുമ്പോ നീ എന്റെ മകനാണെങ്കിൽ അച്ഛൻ തന്നെ സമ്മാനം സ്വീകരിക്കണം. എന്താ ഞാൻ എന്തിനാ അവനെ തല്ലി നിർബന്ധിക്കുന്നത്? അവൻ അവന്റെ ശരികളിലൂടെ യാത്ര ചെയ്യട്ടെ. അവന്റെ ശരികൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോ തിരിച്ചു വരട്ടെ. അന്നും ഈ അച്ഛൻ നിന്നെ തള്ളി പറയില്ല. നമ്മുടെ മോനല്ലേ ഇവൻ? നമുക്കിത് മാത്രമല്ലേ ഉള്ളൂ. അവന്റെ സമയത്തിന് മോശമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തിയായിട്ട് ഇതിനെ കണ്ടാൽ മതി. മോനെ, അമ്മ എന്നടാ പറയുന്നത് അച്ഛന്റെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങിക്കും. അച്ഛന്റെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങിക്കാനല്ല പറഞ്ഞത്. അല്ലെങ്കിൽ നീ എന്റെ മോനല്ല. അവന്റെ മനസ്സ് മാറിയത് കണ്ടോ? ഞാനിത് വാങ്ങിക്കാം. പക്ഷേ ഞാൻ പറയുന്നൊരു വ്യവസ്ഥ അച്ഛൻ അംഗീകരിക്കും. കോടതിയിൽ അച്ഛൻ നുണ പറയാറുണ്ട്, സാക്ഷികളെ കൊണ്ട് നുണ പറയിപ്പിക്കാറുണ്ട്. പക്ഷെ കോടതിക്ക് പുറത്തച്ഛൻ നുണ പറയില്ല. പിന്നെ വ്യവസ്ഥ, അച്ഛനും മകനും തമ്മിൽ വ്യവസ്ഥ. നീ പറയുന്ന ഏത് വ്യവസ്ഥയും ഞാൻ അംഗീകരിക്കും. ഒരു മുൻകൂർ സമ്മതത്തിനൊന്നും ആവശ്യമില്ല. ഞാൻ പറയുന്ന വ്യവസ്ഥ കേട്ട ശേഷം അംഗീകരിച്ചാൽ മതി. ഞാൻ നിന്റെ അച്ഛനല്ലടാ. എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത എന്ത് വ്യവസ്ഥയാണ് നിനക്ക് എന്നോട് പറയാനുള്ളത്? എങ്കിൽ അച്ഛൻ ഇനി ഒരൊറ്റ കേസ് പോലും വാദിക്കരുത്. ഇപ്പോഴെനിക്ക് മനസ്സിലായി, നിനക്ക് അസൂയ, മുഴുത്ത അസൂയ. ബാധിച്ച ഒരു കേസും തോറ്റിട്ടില്ലാത്ത അച്ഛനോടൊപ്പം നിൽക്കാൻ സാധിക്കാത്തതിനുള്ള അസൂയ. ഇല്ല, ഇനി മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. നിനക്ക് മറുപടിയല്ലേ വേണ്ടത്? ഞാൻ തരാം മറുപടി. വേണ്ട ജാനകി, ചോദ്യം എന്നോടാ, അപ്പൊ ഉത്തരവ് ഞാൻ തന്നെ പറയണം. പണ്ട് തന്നെ ഗുരുവായി സ്വീകരിച്ച ഏകലിവിന്റെ പെരുവിരൽ ദക്ഷിണയായി ചോദിച്ച് അരുമശിഷ്യൻ അജയനാക്കിയ ഒരു കഥയുണ്ട് പുരാണത്തിൽ. അന്ന് ആ ഗുരുവിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്താടാ നിന്റെ ലക്ഷ്യം? എന്റെ മകൻ ചോദിച്ചാൽ എന്റെ പെരുവിരലല്ല, എന്റെ ഹൃദയം പകുത്തു നൽകാൻ പോലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി ഞാൻ എന്താണോ ചെയ്യേണ്ടത്? ഞാൻ എന്റെ തീരുമാനം പ്രഖ്യാപിക്കുന്നു. അഡ്വക്കേറ്റ് രാമഭദ്രൻ കേസുകളെല്ലാം അവസാനിപ്പിച്ച് വിശ്രമ ജീവിതം നയിക്കാൻ തീരുമാനിച്ചു. മകന്റെ മുമ്പിൽ പരാജയപ്പെട്ടത് എന്റെ പ്രൊഫഷണൽ ജീവിതം അവസാനിപ്പിക്കരുത് എന്നെനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് ഞാനും ഒരു വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കുന്നു. വാദിച്ചൊരു കേസും തോൽക്കാത്ത അഡ്വക്കേറ്റ് രാമഭദ്രനെ ആര് എന്ന് എപ്പോൾ കോടതിയിൽ പരാജയപ്പെടുത്തുന്നുവോ അന്നു മുതലായിരിക്കും എന്റെ വിശ്രമ ജീവിതം. ഇതൊരു വെല്ലുവിളിയായി സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ എന്റെ മകനായ അഡ്വക്കേറ്റ് രഘുനന്ദനും മത്സരിക്കാം. Your time start now. ഇടറുന്ന കാലുകൾക്കൊപ്പം നടത്തുവാനിനിയേ
വിട്ടൊഴിഞ്ഞകലുവാനാണെങ്കിലെന്തിനീ കൂടൊരുക്കി വൃഥ അടയിരിക്കുന്നു തൃപ്തിയായില്ലേ നിനക്ക്? അച്ഛനോട് കേസ് വാദിക്കരുതെന്ന് പറയാൻ നീ ആരാ? എന്നോടുള്ള സ്നേഹമോ മനസ്സ് നിറയെ അത് തൊട്ടറിഞ്ഞിട്ടുള്ള അമ്മയാ പറയുന്നത്. മോനെ മോനെ നീ ചെന്ന് അച്ഛനെ വിളിക്കണം. അച്ഛന്റെ കണ്ണു നിറഞ്ഞു നീ കണ്ടോ? ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും അച്ഛൻ കരയുന്ന നീ കണ്ടിട്ടുണ്ടോ? അച്ഛന്റെ കാലിടറിയത് നീ കണ്ടോ? ഇടറിയത് കാലല്ല, ആ ഹൃദയം പിടച്ചതാ. വേണ്ട, നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് എന്റെ അടുത്ത് വേണം. മോളെ നീങ്കിലും ഒന്ന് അവരോട് പറ. ഈശ്വര, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊന്നും അറിയില്ല. ഞാനെല്ലാം കേട്ടു. എന്ത് പറ്റി രഘുവേട്ടന്? ഇത് നീ അതിനെ കുറ്റപ്പെടുത്തുന്നു. എല്ലാവർക്കും അവരവരുടെ ഭാഗങ്ങളാണ്. എന്റെ ന്യായം കേൾക്കാൻ മാത്രം ഇവിടെ ആരുമില്ല. നിനക്കറിയോ, എന്റെ കൂട്ടുകാർക്കിടയിൽ നീതി നിഷേധിക്കപ്പെട്ട് അലയുന്ന 10,000-കണക്കിന് സാധാരണക്കാർക്കിടയിൽ എന്റെ അച്ഛന് പിശാചിന്റെ മുഖം. പക്ഷേ എന്റെ അച്ഛൻ ഈശ്വരന്റെ മുഖം. അവർക്കിടയിൽ ഞാൻ അനുഭവിക്കുന്ന മനോവേദന അതൊന്നും ഇവിടെ പറഞ്ഞ ഒരാൾക്ക് മനസ്സിലാവില്ല. രഘുവേട്ടൻ മനസ്സിലാകും, എനിക്ക് മനസ്സിലാകും. നമുക്ക് എന്റെ അച്ഛനെ മാറ്റിയെടുക്കാം. നീ എന്റെ മുന്നിൽ രഘുവേട്ടൻ വിഷമിക്കേണ്ട. അച്ഛനെ നമുക്ക് പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാം. അച്ഛൻ മൂലം ഇനി ഒരു ക്രിമിനലും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ പറയുന്നത്. നിനക്കറിയോ, എനിക്ക് നേരിട്ട് അറിയാവുന്ന 2 പേർ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ജയിലില്ല. യഥാർത്ഥ പ്രതി അച്ഛൻ രക്ഷിച്ചുകൊണ്ട് പോയി. ഇതെനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം. അറിയാത്തത് എത്ര? അച്ഛൻ ബാധിച്ച അച്ഛനെ ജയിക്കും. എനിക്ക് എൻ്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഒരു വക്കീലെന്ന നിലയിൽ എൻ്റെ അച്ഛൻ്റെ ഒരു പ്രവൃത്തി എനിക്ക് രഘുവേട്ട അച്ഛൻ ചെയ്തത് അച്ഛന്റെ ജോലി, അതിലെവിടെ തെറ്റ്? ഈ തെറ്റ് ശരിയൊക്കെ നിശ്ചയിക്കുന്നത് ഓരോരുത്തരുടെ മനസ്സാണ്. നമ്മുടെ വക്കീലന്മാർക്ക് മുഴുവൻ മാതൃകയാക്കാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. മദ്രാസിലെ ഒരു സ്കൂൾ വാൻ ഡ്രൈവർ മിസ്റ്റർ സെൽവൻ 1ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളെ കാമോറിക്കുകയാണ്. ഈ സെൽവൻ വിളിച്ചാൽ നീയാണെങ്കിൽ കേസ് വാദിക്കാൻ ഹാജരാണ്. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് മദ്രാസ് ബാർ അസോസിയേഷന്റെ തീരുമാനം. മദ്രാസിലെ ഒരു വക്കീലും ഈ സെൽവന് വേണ്ടി കോടതിയിൽ ഹാജരാവില്ല എന്നങ്ങ് തീരുമാനിച്ചു. പ്രതി ശിക്ഷിക്കപ്പെട്ടു. നമ്മുടെ കേരളത്തിലെ ഈ ക്രമസമാധാനം നിലനിർത്താൻ കേരളം ഒരു യഥാർത്ഥ ഗോഡ്സ് ഓൺ ഡെഡിയാക്കി മാറ്റണമെങ്കിൽ ഇവിടുത്തെ ഗുണ്ടകൾക്ക് ക്രിമിനൽസിന് വേണ്ടി ഒരു വക്കീലും കോടതിയിൽ ഹാജരാകില്ല എന്ന ഒരൊറ്റ തീരുമാനം എടുത്താൽ മതി. എന്നെ രഘുവേട്ട, കള്ളന്മാരും ഗുണ്ടകളും പിടിച്ചു പറിക്കാരും ഒന്നുമില്ലെങ്കിൽ പിന്നെ ഈ വക്കീലന്മാർക്കൊക്കെ എന്താ പണി? ഒന്ന് പറഞ്ഞേ. അച്ഛന്റെ മോള് തന്നെ ഒരു താടിയിലൂടെ വെച്ചെന്നോ അത് ഇവിടുത്തെ സാമൂഹ്യ ബോധമില്ലാത്ത മരമണ്ടമാർക്കും പിന്നെ നിന്നെ പോലുള്ള മരമണ്ടികൾക്കും മാത്രം നോക്കുന്നതോ? ഒരു ബുദ്ധിമാൻ ഒന്നും അറിയാം. അതെ, നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വേറെ വല്ലതും വേറെ എന്ത് സംസാരിക്കാനാ? ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി ആലോചിച്ച് വെച്ചതാ. ഹോസ്റ്റലിൽ ഇരുന്ന് മനസ്സ് മരവിച്ചപ്പോ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. അതിപ്പോ എങ്ങനെയാ? ഇതൊരു മരണവീടാക്കില്ലേ? കുറഞ്ഞ് ഞാനിത്തിരി കൂടിപ്പോയല്ലേ? അയ്യോ, ഇത്തിരി ഒന്നുമല്ല. എന്റെ അമ്മോ, മനുഷ്യൻ പേടിച്ചു പോയി. നീ ഒരു കാര്യം, നീ പോയി അച്ഛനമ്മയെ വിളിച്ചോണ്ടോ. അതിനെന്താ, ഞാൻ വിളിക്കാലോ. അങ്ങനെ വഴിക്ക് വാങ്ങാശേ. അതെ, നമുക്ക് ആദ്യം അച്ഛനെ വിളിക്കാം. നമുക്ക് അത് അമ്മയെ വിളിക്കാം. അച്ഛനമ്മ ഒരുമിച്ച് വിളിക്കാം. അല്ല, ആ ടോണി സാർ പോയോ? അവൻ പോയി. അല്ല, നീ എന്നെ പറ്റി എന്ത് പറയാൻ അവനോട് പറഞ്ഞേ? രഘുവേട്ടന്റെ കല്യാണക്കാരെ ഓർമ്മിപ്പിക്കാനാ. അല്ല, വയസ്സിപ്പോ എത്ര? ഇനി എങ്ങോട്ടാ? ഒരു കല്യാണം കഴിക്കണം. ആരെ? ബുദ്ധിയുള്ള വല്ല വക്കീലിനെ കണ്ടുവച്ചിട്ടുണ്ടോ? അയ്യോ, വക്കീലെന്ന് കേൾക്കുന്നത് എനിക്ക് അലർജിയാ. പിന്നാരാ? കെട്ടിച്ചയക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിനെ നോക്കണം. അയ്യോ, എന്താടി എന്താടി എടി ഈ മതകെട്ട് ഞാൻ കുത്തിക്കൊണ്ടിരിക്കും. എടി കുഞ്ഞുനാളിലെ എനിക്ക് വേണ്ടി കണ്ടുവച്ച പെണ്ണലടി രഘുവേട്ടാ. എന്താ രഘുവേട്ടോ, എന്താ റൊമാൻസ് തീരെ വരുന്നില്ല. അല്ല, എനിക്ക് പിറന്നാൾ സമ്മാനം കൊണ്ടുവന്നില്ലേ? അതിന് ഞാൻ അറിയണ്ടേ? ഇവിടെ വന്നപ്പോഴല്ലേ അറിയുന്നേ.
ചേടാ ഇനിയിപ്പോ എന്ത് സമ്മാനം ഞാൻ തരാം? ആ ഒരു ഉമ്മ തരട്ടെ. ഒന്ന് രണ്ട് മൂന്ന്. അയ്യടാ മുഗ്ധലാവണ്യമേ നിന്റെ അകം പൊരുളറിയാതെ അക കണ്ണു തുറക്കാതെ ആടുവതെങ്ങനെ നീ ഈ കളി വിളക്കിലലിയുവതെങ്ങനെ നീ മൂടുപടത്തിനുള്ളിൽ മുഖ മുദ്രയൊളിപ്പിക്കും ചിറകറ്റ കുരുവിക്ക് നിറമാർന്ന ചിറകുമായി പിന്നരങ്ങിൽ ദൈവദൂതനിരിക്കെ. ചിറകറ്റ കുരുവിക്ക് നിറമാർന്ന ചിറകുമായി പിന്നരങ്ങിൽ ദൈവദൂതനിരിക്കെ. അടവുകളിടരാതെ ചുവടുകളുലയാതെ അടവുകളിടരാതെ ചുവടുകളുലയാതെ ആടുമീ ജീവിത കളിയരങ്ങിൽ ഈ തിരശീല മുന്നിൽ മറയും വരെ. മൂടുപടത്തിനുള്ളിൽ മുഖ മുദ്രയൊളിപ്പിക്കും കാലമാം കളിത്തട്ടിൽ എത്ര നേരം എന്നറിഞ്ഞിട്ടും അറിയാതെ അലയുന്നു നാം. കാലമാം കളിത്തട്ടിൽ എത്ര നേരം എന്നറിഞ്ഞിട്ടും അറിയാതെ അലയുന്നു നാം. ഉമിത്തിയിലരിഞ്ഞാലും ഉടലുകളൊന്നാകും ഉലകെല്ലാം നമ്മിലേക്കലിഞ്ഞു ചേരും ഉമിത്തിയിലെരിഞ്ഞാലും ഉടലുകളൊന്നാകും ഉലകെല്ലാം നമ്മിലേക്കലിഞ്ഞു ചേരും. ഒരു വേള തമ്മിൽ ലയിച്ചു ചേരും ഒരു വേള തമ്മിൽ ലയിച്ചു ചേരും മൂടുപടത്തിനുള്ളിൽ മുഖ മുദ്രയൊളിപ്പിക്കും. മുഗ്ധലാവണ്യമേ നിന്റെ അകം പൊരുളറിയാതെ അക കണ്ണു തുറക്കാതെ ആടുവതെങ്ങനെ നീ ഈ കളി വിളക്കിലലിയുവതെങ്ങനെ നീ
അതെ അടുത്ത ഗ്രാമത്തിലാണ്. നമുക്ക് സംസാരിക്കാം. ഇത് നമ്മള് ക്ലബിൽ കാണും. ഒരു കോംപ്രമൈസ് ശരിയാവും. അത് ശരിയാവും. ഓക്കെ. പരമോ ഒരു കാര്യത്തിൽ വിളിച്ചവനെ കിട്ടില്ല. അവന്റെ ഒരു നാടകം എടുത്തു. എടാ പരമോ, എന്തു പറ്റിയോ? ഉണ്ട്. പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് എന്നെ രക്ഷിക്കണം സാറേ എന്ന് പറഞ്ഞ പോലെ ഉണ്ടല്ലോ. ഇപ്പോഴെന്താ പ്രായപൂർത്തിയായതാണോ? ഓ സന്തോഷം. നാണല്ലോ തനിക്ക് ഇത്രയും പ്രായമായിട്ട്. ഫസ്റ്റ് മോൻ ആരായാലും വേണ്ടില്ല, വക്കീൽ ഫീസ് ഒട്ടും കുറയില്ല. രക്ഷിക്കലാണല്ലോ എന്റെ തൊഴില്. അഡ്വാൻസ്. പിന്നെ വക്കീലിനോട് അറിയാലോ. അപ്പോ സത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസമായി തലസ്ഥാന നഗരിയിലെ പീഡനം എന്ന വാർത്ത വന്നിരുന്നില്ലേ? അതിലൊരു പ്രതി എന്റെ മകൻ. അല്ല, ചാക്കോയുടെ മകൻ കോയമ്പത്തൂരിലെ പഠിക്കുന്നത് കോയമ്പത്തൂരാണെങ്കിലും പീഡിപ്പിക്കാൻ ഇങ്ങോട്ട് വരാലോ. ഇവിടെ എന്റെ കൂടെ നിന്ന് ചീത്തയാണെന്ന് കരുതിയ കോയമ്പത്തൂരിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തത്. 2 ആഴ്ച മുമ്പ് എന്നെ അറിയിക്കാതെ അവനും കൂട്ടുകാരും കൂടി ഒരുത്തിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചു. അവിടെ കമ്പ്യൂട്ടർ ജോലിക്ക് ഇന്റർവ്യൂവിന് വന്നൊരു പെൺകൊച്ചിന്റെ അമ്മയും മദ്യലഹരി ഒരു സംഭവം. ഒരാൾക്കും കണ്ടുപിടിക്കാനില്ല. ബാക്കിയുള്ളവരോ? 2 പേരെ അറസ്റ്റ് ചെയ്തു. ആരന്വേഷണ ഉദ്യോഗസ്ഥൻ? കാര്യം തൊഴിൽപരമായി ഞങ്ങൾ കോടതിയിൽ ഏറ്റുമുട്ടാറുണ്ട്. പക്ഷെ ടോണിയുടെ ക്രെഡിബിലിറ്റിയെ ഞാൻ ചോദ്യം ചെയ്യില്ല. തൽക്കാലം തന്റെ മകൻ മാറി നിൽക്കട്ടെ. എന്തിനാണോ അധികം? ഇതുപോലെ ഒരെണ്ണം പോലെ തന്നെ പൊളിച്ചടുക്കാൻ. ഏതായാലും തന്റെ മകനോട് എനിക്കൊന്ന് സംസാരിക്കണം. ഫോണിൽ സംസാരിക്കുന്ന റിസ്കാ. അത് പേടിക്കാനില്ല. ഇത് വേറെ സിമ്മ. അവന്റെ കയ്യിൽ ഇരിക്കുന്നത് അത് വേറെ സിമ്മ. വക്കീലെ ഒരു സെക്കൻഡ് കട്ടായി. ഒന്നുകൂടി വിളിക്കാം. വക്കീല് ഒരു സെക്കൻഡ്. ഹലോ വിളിക്കുന്ന നമ്പര് ഇതിലേക്കാ വരുന്നത്. ഇന്നലെ രാത്രി പുന്നാരമാണ് ഞങ്ങളെ കൊണ്ട് കൊടുത്തി. അതിപ്പോ എന്റെ കസ്റ്റഡിയില്ല. എന്റെ മോനാണ്. തന്റെ മോനോ? എനിക്കതൊരു സംശയമുണ്ട്. തന്റെ കാലിപ്പുറം കാണുന്നില്ല. 1 മണിക്കൂർ നിർത്തിയങ്ങ് പെരുമാറിയപ്പോ തത്ത പറയുന്ന പോലെ കാര്യങ്ങളെല്ലാം കൊണ്ട് പറഞ്ഞു. പിന്നെ ഈ കേസിലേക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ കൂടി മകൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതി അതിന് മകനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണിക്കൂറിനകം ഞാൻ കോടതി ഹാജരാക്കും. അതാ നിയമം. സംശയം ഉണ്ടെങ്കിൽ വക്കീലോട് വെച്ചു. പിന്നെ എപ്പോ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്ന് ഞാൻ തീരുമാനിക്കും. ചില കൊള്ളരുതാത്ത തന്തമാർക്ക്, അതിലും കൊള്ളരുതാത്ത മക്കളെ ദൈവം കൊടുക്കും. തന്തമാരുടെ നാശം. മകനെ പോലീസ് തട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞ് ഈ തെണ്ടിക്കുന്ന കേസ് വരുന്നത് കേരള പോലീസിന്റെ മണ്ടന്മാരാണോ താൻ വിചാരിച്ചിരിക്കുന്നത്? പോലീസിന്റെ രേഖയിലും തന്റെ മകന്റെ പേരുണ്ടാവില്ല, സ്റ്റേഷനിലും ഉണ്ടാവില്ല തന്റെ മകൻ. അതിന് തെളിവല്ലേ എന്റെ മകന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ സിയുടെ കയ്യിലിരിക്കുന്നത്? അതിനകത്ത് തന്റെ മകന്റെ മൊബൈൽ അല്ലല്ലോ. ആണല്ലോ. വേറെ ആരുടെ അല്ലേ? എന്റെ മകന്റെ കയ്യിലൊരു മൊബൈൽ ഉണ്ടല്ലോ. ചാക്കോ, തന്റെ മകന്റെ കയ്യിലൊരു മൊബൈൽ ഉണ്ട്. മറ്റാരുടെ അല്ലേ? തന്റെ മകന്റെ അല്ലല്ലോ. അപ്പോ ഈ മൊബൈൽ അവന്റെ കയ്യിലിരിക്കുന്ന ആ മൊബൈൽ, അപ്പോ ഈ മൊബൈൽ ഇയാളെ കൊണ്ട് തോറ്റു. ഇനി അതിന്റെ പുറകെ പോയാ മകനെ ഒളിവിൽ താമസിപ്പിക്കാൻ ശ്രമിച്ചതിന് ജോണി തന്നെ അറസ്റ്റ് ചെയ്യും. തൽക്കാലം എന്റെ മകനെ കോടതിയിൽ ഹാജരാക്കട്ടെ. ശിക്ഷയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്താം. അതുവരെ കാത്തിരുന്നേ പറ്റൂ. വല്ലതും നടക്കോ? അത് നടക്കേ. എന്തെടുക്കുന്ന എന്റെ ഇതൊക്കെ നടക്കണം. കഥയ്ക്ക് ഒരു ടിഷ്യൂ കിട്ടിയിട്ടില്ല. വേണ്ട,
2 സീന ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. കഥ മുന്നാക്കാൻ പോണില്ല. പോണല്ലോ. ഞാൻ നാടകത്തിന്റെ കാര്യം ചങ്ങാതി പറഞ്ഞ ഇത് ഇന്റർവ്യൂല് വരെ എഴുതി വക്കീലിനെ വായിച്ച് കഴിപ്പിച്ചിട്ട് ഞാൻ ഉറങ്ങും. സാറിനും ഇന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലേ? അതെങ്ങനെയാ? മകനെ പോലീസുകാരെ എവിടെ ഇട്ട് പെരുമാറുമ്പോൾ സാർ അങ്ങനെ ഉറങ്ങും. എനിക്കത് തന്നെ വന്ന് കിടന്നോളൂ. ഞാനത് പറയാം. ചിരമന്തവാറ ഗതി എങ്ങനെയാ? എല്ലാ സൗകര്യങ്ങളും കൊടുക്കും, തലവെച്ച മക്കളെയും കൊടുക്കും. പോയില്ല എല്ലാം. സാറിന്റെ ഗതിയും അതാ. എന്റെ ഗതി ഞാൻ തീരുമാനിച്ചോളാം. വർദ്ധിച്ച കോപത്തോടെ ചാക്കോ പുറത്തേക്ക് പോകുമ്പോൾ രംഗം ഇരുളിലേക്ക് മറയും. നമുക്ക് ഒരേ ബസ്സില് ഒരേ സീറ്റില് അങ്ങ് തട്ടി പോകലാമേ. വേണ്ട, அன்னைக்கு சினிமா பார்க்கும்போது என்னை அங்கே தோண்டி இங்கே தோண்டி எனக்கு சினிமா பார்க்கவே முடியல. சரி அதெல்லாம் விடு. அண்ணா இங்க வா. இத 1000 ரூபாய் இது கூட சேர்த்து என்னோட 7500 ரூபாய் அண்ணனோட கையில இருக்கு. பலிசெல்லாம் கிடைச்சாச்சா? ഈ കാശെല്ലാം കൂട്ടി കൂട്ടി വലിയ തുകയാകും. അണ്ണേ நான் இடைக்கல 1000 500 சோதிக்கும். தரக்கூடாது. காசு கையில வந்தா செலவாய் போவானே. நான் என்ன சொன்னாலும் என்ன நம்பர் சொன்னாலும் காசு தர மாட்டேன். ஐயோ என்ன சொன்னா இத அடுத்த வாரம் ஊருக்கு போகும்போ அப்பா அது கொடுக்கணும். இருக்கு தண்ணி சாப்பிடாத மருந்து வாங்க പറയണം. சரி சம்பளம் புரிஞ்சுது. இதுவரைக்கும் இந்த அப்பாக்கு நான் ஒரு பைசை கொடுத்துட்டேன். சரி இது கொடுக்குமா? கொடுக்க மாட்டேன் சம்பளம். നീ ഇവിടെ എന്നോട് തുണി അലക്കുന്നത് ജോലി കൊണ്ടാണോടി? അല്ല, തുണി അലക്കി പിഴിഞ്ഞ് ഇപ്പൊ വന്ന് ക്ലീനിങ്. നിനക്ക് ചോറൊന്ന് താഴെ വെച്ചുകൂടെ? അതില്ല, ഇത് താഴെ വെച്ചാ ഞങ്ങളുടെ അധികാരപ്പൂ. ഇതുകൊണ്ടാ ഞങ്ങൾ ഡൽഹി പിടിച്ചെടുത്തത്. ഞങ്ങളാ പരമന പേപ്പർ പഠിക്കാതാ കുറെ പെണ്ണുങ്ങൾ ചേർന്ന് സൂള് പൊക്കി പിടിച്ച് നിൽക്കുന്നത് പേപ്പറിൽ കണ്ടില്ലയാ? ജോലി എവിടെ കണ്ടാലും നീ കൊക്കും. എനിക്ക് കൊക്കണില്ല. ഈ ഇടയായിട്ട് എന്റെ നെഞ്ചിലൊരു വേദന. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിനക്ക് തമിഴ് പാട്ട് പാടി ആരും തരുടി. അയ്യോ എன்னாச்சு? உடம்பு சரியில்லை. கடவுளே காப்பாத்துங்க. பரமேட்டா നമുക്ക് ആശുപത്രിയിൽ പോവാം. അയ്യോ ആശുപത്രി പോണ്ട. ആശുപത്രി പോയാ PSC ടെസ്റ്റ് വേണ്ടി വരും. ആശുപത്രിയില് PSC ടെസ്റ്റാ? അതെന്നാ? പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അതിതാ PSC ടെസ്റ്റ്. அப்படியா? തനി എനിക്ക് 1000 രൂപ താടി. അത് കാശ് ഞാൻ തരാം. ഞാനും കൂടെ വരാം. അയ്യോ നീ വരണ്ട, ജൂല ആശുപത്രി കഴിയില്ല. നിനക്ക് ഇവിടെ ധാരാളം പണിയുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. നീ കാശ് ശരി, പരമനെ പോയി ഷർട്ട് മാറ്റിയിട്ട് വാ. ശരിയെന്നാ? നിന്റെ കയ്യിലുള്ള 7500 രൂപയും എന്റെ കയ്യിൽ കിട്ടിയിട്ടാടി ഞാൻ എന്റെ ഈ വേദന നിർത്തൂ. கடவுளே என்ன செய் காத்து போச்சு எல்லாம். ஒரு பிரச்சனை இருக்கு. பரமனுக்கு தீனம் உடம்பு சரியில்லை. ஆஸ்பத்திரியில் போனா நான் முன்னாடி தந்த காசு திருப்பிட்டா. தர மாட்டேன் சம்பளம். என்ன தர மாட்டேன்? நீ முன்னாடி சொல்லிடு சம்பளம். என்ன சொல்ல தர வேண்டாம் செலவாயிருக்கு சம்பளம். அண்ணே எந்த காசு தானே நின்ன கையில. ஆமா காசு தானே. தர மாட்டேன் சம்பளம். சத்தியமா சொல்றேன். செலவாயிருக்கு சம்பளம். தர மாட்டேன் சம்பளம். காசு தர மாட்டேன். ஐயோ கேட்மா. சம்பளம். എന്താ രണ്ട് അന്യ സംസ്ഥാനക്കാർ ചേർന്ന് വക്കീൽ കുടുംബത്തിൽ ചിത്രത്തിലുണ്ടാക്കി വെക്കോ? அது வந்து நாங்க ஊரில் இந்த சூழலை
തിങ്ങി പറക്കുന്ന ഭാഗങ്ങളിൽ ചില അണ്ണാച്ചിമാർ കൊള്ളപ്പലിശക്ക് പണം കൊടുക്കുന്നുണ്ട്. അവരാരൊക്കെയാണെന്നും എവിടെയാണ് താമസിക്കുന്നതെന്നും നീ കണ്ടുപിടിച്ചെന്നോട് പറയണം. നീയാവുമ്പോ ആരും സംശയിക്കില്ല. സാർ ഒരു സന്ദേഹം, ഒറ്റയ്ക്ക് പണം തപ്പ വലിയ കുറ്റമാണ്. മാത്രമല്ല പലിശയ്ക്ക് കൊടുക്കാൻ വേണ്ടി പണം കൊടുത്തേൽപ്പിക്കുന്നതും കുറ്റമാണ്. എന്താണോ തനിക്ക് വല്ല ഇടപാടുണ്ടോ? ഇല്ല സാർ. ആ എന്നാലേ താൻ പോയാൽ ജീപ്പിലിരിക്കും, ഞാൻ അങ്ങോട്ട് വരാം. ശരി സാർ. എന്താണ് ഒരു ചുറ്റിക്കളി പോകണല്ലേ? ചെമ്പകം, നിന്നെ കൊണ്ടും എനിക്കൊരാവശ്യമുണ്ട്. അയ്യേ പോയപ്പോ ഒരു മിന്നാരിക്കില്ലാതെ വക്കീലൊന്ന് കാണണം. അച്ഛൻ മകളിലുണ്ട്. അച്ഛൻ വക്കീലൻ, മകൻ വക്കീലിനെ കാണരുത്, ചിലർ സംസാരിക്കാൻ. ഞാൻ ഇതുവരെ ജോലി ചെയ്ത സ്റ്റേഷൻ അതിർത്തികൾക്കുള്ളിൽ ലോകത്ത് നീതി നടപ്പായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ നല്ല മനുഷ്യരുടെ സൗഹൃദ ഫലം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ളവനാണ്. നിനക്ക് പറയാനുള്ളത് എന്തോ ഗൗരവമുള്ള കാര്യമാണ്. നീ ഉൾപ്പെടുന്ന ഒരു വിഷയത്തിൽ നിന്റെ സമ്മതം ചോദിക്കാതെ ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ ഉൾപ്പെടുന്ന എന്ത് വിഷയം പറയാം. തലസ്ഥാന നഗരിയിൽ ഒരു പീഡന കേസ് നീ വായിച്ചിട്ടുണ്ടോ? ഒരു പാവപ്പെട്ട അമ്മയും മകളും മാത്രമുള്ള കുടുംബത്തിലെ മകളാണ് പീഡിപ്പിക്കപ്പെട്ടത്. ചാക്കോ ഫൈനാൻസിയേഴ്സിന്റെ ഉടമ ചാക്കോയുടെ മകൻ ഉൾപ്പെടെ 6 പേർ ചേർന്നാണ് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പാവം പീഡനത്തിന് ഭയത്തിൽ നിന്ന് അവൾ ഇതുവരെ മോചിതയായിട്ടില്ല. മകളെ നശിപ്പിച്ച വിശിഷ്ടമായി കൊടുക്കണമെന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ തൊടുകയോടെ നിന്ന അമ്മയുടെ മുഖം എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ഇതിൽ കുറെ കാര്യങ്ങൾ എനിക്കറിയാവുന്നതല്ലേ. മുകളിൽ നിന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നിട്ടും ബിസിനസ്സുകാരുടെ രാഷ്ട്രീയക്കാരുടെ മക്കളായ പ്രതികളെ നീ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. എത്ര സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിച്ചാലും കോടതിയിൽ സത്യസന്ധമായി കേസ് വാദിച്ചില്ലെങ്കിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടില്ല. ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടണം. ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി സർക്കാർ നിന്നെ നിയമിച്ചിരിക്കുന്നു. ഓർഡറിന്റെ കോപ്പിയാണ്. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി നീ കോടതിയിൽ ഹാജരാക്കണം. മലയോര കർഷക നേതാവായ എന്റെ വലിയ കൊച്ചനാണ് ഈ ഉത്തരവ് ലഭിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ കേസിൽ 6 പ്രതികൾക്കും വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് നിന്റെ അച്ഛനാണ്. ഈ കേസ് ഏറ്റെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വൈ നോട്ട്? അച്ഛനും മകനും തമ്മിലുള്ള മത്സരമായി കേസിനെ മാറ്റാൻ ശ്രമിക്കരുത്. എനിക്ക് പകരം ഏതെങ്കിലും സർക്കാർ വക്കീൽ മതി. സർക്കാർ വക്കീൽ സർക്കാർ കേസുകൾ എങ്ങനെ തോറ്റു കൊടുക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഇവിടുത്തെ ചില സർക്കാർ വക്കീൽമാർ. സർക്കാർ പറയുന്നതല്ല വക്കീൽ കോടതിയിൽ പറയുന്നത്. ഇവിടുത്തെ പല കേസുകളും എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കും. അച്ഛനെ തോൽപ്പിക്കാനുള്ള അവസരമായി ഇതിനെ കാണാൻ എനിക്ക് കഴിയില്ല. വേണ്ട, ഒരു സമൂഹ മനഃശാസ്ത്രയുടെ ഒപ്പം നിൽക്കാനുള്ള ശ്രമമായി ഇതിനെ കണ്ടൂടെ? പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന അച്ഛനാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, നീ കേസ് വാദിച്ചാൽ നീ തന്നെ ജയിക്കും. നിന്റെ അച്ഛൻ പരാജയപ്പെടാൻ പോകുന്ന ആദ്യത്തെ കേസായിരിക്കും. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, അച്ഛനെതിരായി നിന്നുകൊണ്ട് ഈ കേസ് ഏറ്റെടുക്കാൻ എനിക്ക് കഴിയില്ല. നീ വാദിക്കണ്ട. ന്യായത്തിനും അപ്പുറം സത്യം ബോധ്യപ്പെടാൻ കോടതിക്ക് കഴിയുമെങ്കിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. അല്ലെങ്കിൽ അതാണ് നിന്റെ വിധി എന്ന് കരുതുക. ഗുഡ് ബൈ. ഇവിടുത്തെ വക്കീല എന്റെ മോളെ നശിപ്പിച്ചവർക്ക് വേണ്ടി കേസ് വാദിക്കുന്നറിഞ്ഞു. ആ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ആ സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ? മനസ്സിലായോ? ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയത് ഇവരുടെ മകൾക്ക് വേണ്ടിയാ നീ കേസ് വാദിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഈ സാറാണ് എന്റെ മോടെ വക്കീല്. സാറേ രക്ഷിക്കണം, എന്റെ മോള് പാവ. ഒരു ജോലിയുടെ ഇന്റർവ്യൂവിന് അവളവിടെ പോയത്. ആ എന്റെ മോളെ ജീവനുണ്ടെന്നേ ഉള്ളൂ. മരിച്ചതിന് തുല്യമായിട്ടാണ് അവള് കഴിയുന്നത്. 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും A+ കിട്ടിയത്. നിവൃത്തി ഉണ്ടായിട്ടല്ല ഞാൻ അവളെ കോളേജിൽ വിട്ടത്. ഇന്റർവ്യൂവിന് പോണ ദിവസം എനിക്ക്
എന്നെ നശിപ്പിച്ചവരെ ശിക്ഷിക്കുന്നത് കാണാൻ നീ ജീവനോടെ ഉണ്ടാകണമെന്ന് പറഞ്ഞു ഞാൻ അവളെ ആത്മഹത്യയിൽ നിന്ന് തടഞ്ഞു നിർത്തിയിരിക്കുക. സാറേ, എന്റെ മോളെ നശിപ്പിച്ചവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം സാറേ. അമ്മയുടെ മകളുടെ വക്കീലാവാൻ ഇയാൾക്ക് താല്പര്യമില്ല. ഇവിടെ പാവപ്പെട്ടവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ആരുമില്ല. ഞാൻ എന്താ എന്റെ മോളോട് പറയേണ്ടത്? സാറേ, അമ്മേ, കേസ് അന്വേഷിക്കാൻ എനിക്ക് കഴിയും. അന്വേഷിച്ചു, ശരിയായ പ്രതികളെയും കണ്ടെത്തി. ഇനി അവർ തന്നെയാണ് യഥാർത്ഥ കുറ്റവാളികളെന്ന് തെളിവ് സഹിതം കോടതിയെ ബോധ്യപ്പെടുത്തണം. അതിന് പ്രതികളുടെ ബന്ധുക്കളുടെയും രാഷ്ട്രീയക്കാരുടെയും സ്വാധീനത്തിന് വഴങ്ങാത്ത സത്യസന്ധനായ ഒരു വക്കീലും വേണം. എങ്കിലേ പ്രതികൾ ശിക്ഷിക്കപ്പെടും. അമ്മയുടെ മകൾക്ക് ഇത്ര വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതിയാൽ മതി. ഇനിയേതു വഴികൾ താണ്ടും വ്യഥകളെണ്ണിയൊടുക്കുവാൻ കനലു പാകിയ പാതയിൽ ഇരുളു വീണ കയങ്ങളിൽ ഇനിയുമേതേതു വഴികൾ താണ്ടാൻ ഇനിയുമേതേതു വഴികൾ താണ്ടാൻ. ഓ, നിങ്ങളാണോ? എന്താ ഇവിടെ? ഇവിടുത്തെ രാമഭദ്രൻ എന്റെ മകന്റെ വക്കീൽ. അതുകൊണ്ട് ഒരു കോടതിയും എന്റെ മകനെ ശിക്ഷിക്കില്ല. പിന്നെ കഴിഞ്ഞു. ഇനിയും ഇത് വലിച്ചു നടന്ന് പരിഹരിച്ചൂടെ? എന്ത് പരിഹാരം? എന്റെ മകൻ നിന്റെ മകളോട് എന്തോ കുസൃതി കാണിച്ചു. പാവപ്പെട്ട പെൺകുട്ടിയുടെ മാനം കെടുത്തുന്നത് കുസൃതിയാണോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി പോയ ചാരിത്യം തിരിച്ചു കിട്ടും. അപ്പോ കാര്യങ്ങൾക്ക് ഒരു രമ്യമായ പരിഹാരം കണ്ടെത്തല്ലേ ബുദ്ധി. ഞാനൊരു 5 ലക്ഷം രൂപ തരാം. എന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സർക്കാരിൽ നിന്ന് മകൾക്കൊരു ജോലി വാങ്ങിത്തരാം. പകരം ഒരു ഉപകാരം ചെയ്താൽ മതി. പീഡിപ്പിച്ചവരുടെ കൂട്ടത്തിൽ എന്റെ മകനില്ലായിരുന്നു എന്ന് മകൾ ഒന്ന് കോടതി പറയണം. 5 ലക്ഷം രൂപ? പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയുടെ മാനത്തിന് 5 ലക്ഷം രൂപ. അപ്പൊ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ മാനത്തിന് എത്രയാ വില? സിന്ധുവിന്റെ അമ്മയാ ഈയുടെ മോനും കൂട്ടുകാർ. മനസ്സിലായി. വന്നെന്തിനാണെന്ന് പറയും. എന്റെ വക്കീലെ സ്വാധീനിക്കാൻ എന്റെ മോളെ നശിപ്പിച്ചവർക്ക് വേണ്ടി കേസ് വാദിക്കുന്ന സാറാണെന്ന് അറിഞ്ഞു. എല്ലാരും പറയുന്ന സാറ് വാദിച്ച അവര് രക്ഷപ്പെടുമെന്ന്. അതുകൊണ്ട് സാറ് ഈ കേസ് വാദിക്കരുത്. എന്റെ മോളെ സാർ വന്നൊന്ന് കാണും. അവൾ അനുഭവിക്കുന്ന വേദന ഒന്ന് കാണാൻ. ആരാ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞത്? എന്നെ ആരും പറഞ്ഞു വിട്ടതല്ല. ഇയാളുടെ മകൻ ഉൾപ്പെടെയുള്ളവരുടെ വക്കീലാണ്. അവരെ രക്ഷിക്കലാണ് എന്റെ തൊഴിൽ. ഇയാളുടെ മോൻ എന്റെ മോളോട് കാണിച്ചത് ക്രൂരതയല്ലേ? അതിന് ശിക്ഷ വേണ്ടേ? അത് ക്രൂരതയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങളുടെ മകൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന വക്കീലിന്റെ ചുമതലയാണ്. മേലിൽ ഇതൊരാവശ്യമായി ഇവിടെ വരാൻ പാടില്ല. മനസ്സിലായല്ലോ? പൊക്കോളൂ. നടന്നു പോകാൻ വാരാ പോ. അച്ഛനെ വന്ന് കാണാൻ പറഞ്ഞത്. പാവങ്ങളാ. സാറിനറിയോ,
9 മാസമായി എന്റെ മോള് വീടിന് പുറത്തിറങ്ങിയിട്ട്. പുറത്തിറങ്ങിയ നാട്ടുകാരുടെ കളിയാക്കലും പരിഹാസം, സഹതാപം കാണിച്ചെത്തുന്നവർ പോലും ഉള്ളിൽ എന്റെ മോളെ പരിഹസിക്കുക. എന്നിട്ട് ഞങ്ങൾ സഹിച്ചു, പിടിച്ചു നിന്നു. ഇനി വയ്യ സാറേ, വയ്യ. സാറിനോട് നന്ദിയുണ്ട്. സാറിന്റെ അച്ഛനെ പോലെ ഇറങ്ങി പോകാൻ പറഞ്ഞില്ലല്ലോ. അപ്പോ സാറേ പോവാം, ഇനി ഇങ്ങോട്ട് വരത്തില്ല. നല്ല വിഷവും മേടിച്ചു ചത്താ മതിയായിരുന്നു. പരമേട്ട, ഇവരുടെ മകൾക്ക് വേണ്ടി കേസ് വാദിക്കാൻ എനിക്ക് സമ്മതമാണ്. അതെ, ഇനി ഒന്നുകൊണ്ട് പേടിക്കാനില്ല. ഒരിക്കൽ കുട്ടിക്കപ്പെടും, അത് ഉറപ്പാ. ചേച്ചി വീട്ടിലോട്ട് ഇരി. എന്നിട്ട് നാളെ മതിയല്ലോ സാറേ. നാളെ മോളെ കുട്ടി സാറിനെ വന്നൊന്ന് കാണും. കോടതിയിൽ എങ്ങനെ എന്തൊക്കെ പറയണമെന്ന് ഈ സാറ് പറഞ്ഞു തരും. അമ്മ ധൈര്യമായിട്ട് ചെയ്തു. ഈ കേസ് നമ്മൾ ജയിക്കും, എന്നെ വിശ്വസിക്കാം. നന്ദിയുണ്ട്. ഹലോ, ടോണി, ആ ഓർഡർ ക്യാൻസൽ ചെയ്യണ്ട. അതെ, നീങ്ങ പോയി, നമുക്കത് ഇരിക്കണം. ഓക്കെ. അതെ, സാറിനെ ദൈവം രക്ഷിക്കും, അത് ഉറപ്പാ. എന്നാലും പ്രതിക്ക് വേണ്ടി ഹാജരാവുന്നത് സാറിന്റെ അച്ഛനാ. പറയട്ടെ, വൈകിയെത്തുന്ന നീതി പോലും അനീതിയാണെന്ന് വിശ്വസിക്കുന്നവനാണ്. ആ പെൺകുട്ടിക്ക് ലഭിക്കേണ്ട നീതി ഇനി വൈകിട്ടും. അതെ, ഇത് ഒന്നുകൂടി പറഞ്ഞേ, ഞാനൊന്ന് എഴുതിയതോട്ടെ, അല്ലെങ്കിൽ ഞാനിത് മറന്നു. അടിപൊളി ഡയലോഗ്. ഒരു കേസിൽ പ്രതിക്ക് വേണ്ടി അച്ഛനും വാദിക്ക് വേണ്ടി മകനും കോടതിയിൽ ഹാജരാകും. ഇവിടെ വെച്ച് നമുക്കൊരു ഇന്റർവെല്ല് കൊടുത്താലോ? ഈ കേസിന്റെ വിധി പറയുന്ന ദിവസം ഇന്റർവെൽ. വിധി ഞാൻ പറയാം. ഇത്രയും നേരം നാടകം കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് അത് മനസ്സിലാകും. ഈ കേസിൽ സാറ് ജയിക്കുമെന്ന്. ഈ നാടകത്തിന്റെ ഇന്റർവെല്ലിന്റെ പഞ്ച് ഡയലോഗ പിടിക്കണം. അഡ്വക്കേറ്റ് രഘുനന്ദന്റെ അച്ഛൻ ആദ്യമായി സിന്ധു പീഡന കേസിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആകാൻ ഞാൻ തീരുമാനിച്ചു. ഗുഡ്. ഒരു വക്കീലിന്റെ ജോലി എന്നത് കേസ് വാദിക്കുന്നത്. അത് പ്രതിക്ക് വേണ്ടിയായാലും വാദിക്ക് വേണ്ടിയായാലും. പക്ഷേ ഒരേ കേസിൽ അച്ഛനും മകനും കേസ് വാദിക്കുന്നത് ഒരുപാട് വൈകാരിക പ്രശ്നങ്ങൾക്കിടയാണ്. അതിനെ അതിജീവിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഈ കേസ് ഏറ്റെടുത്താൽ അച്ഛൻ തോൽക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെ പറയുന്നത്? നീ എങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്? നമ്മൾ ഈ കേസിൽ ഇരുപക്ഷത്തായ നിന്റെ അമ്മ അനുഭവിക്കുന്ന മാനസിക വ്യഥ എത്രയാണെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ട്. സത്യത്തിന്റെ കൂടെ നിൽക്കണോ അതോ താലി കെട്ടിയവന്റെ കൂടെ നിൽക്കണോ എന്ന് അമ്മ തീരുമാനിക്കട്ടെ. ആദ്യമാമ്പക്കിൽ ആത്മവിശ്വാസമുള്ള, പക്ഷേ ഈ കേസിൽ നീ വിജയിക്കില്ല. അഡ്വക്കേറ്റ് രാമഭദ്രനാ പറയുന്നത്. ഈ കേസിൽ നീ വിജയിച്ചാൽ പിന്നെ അഡ്വക്കേറ്റ് രാമഭദ്രൻ ഇല്ല. ഇന്നൊരു കാര്യം, ഇതെന്റെ വീടാണ്. എന്റെ വക്കീൽ ഓഫീസ് പ്രവർത്തിക്കുന്ന ഈ വീട്ടിലാണ്. ഈ കേസിലെ പ്രതികളും സാക്ഷികളും എന്നെ കാണാൻ പലപ്പോഴായി വീട്ടിലേക്ക് വരും. അവിടെ തന്നെ വാദിഭാഗം വക്കീലും താമസിക്കുന്നത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോ. ഈ കേസിൽ അച്ഛന്റെ സാക്ഷികളൊന്നും ഞാൻ സ്വാധീനിക്കില്ല. അല്ലാതെ ഈ കേസ് ഞാൻ ജയിക്കും. പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ ഞാനിവിടെ താമസിക്കാതെ, പക്ഷെ എന്റെ അമ്മ എനിക്ക്. അതുകൊണ്ട് ഈ കേസിന്റെ അന്തിമ വിധി വരുന്നത് വരെ ഞാൻ ഇവിടെ ഈ വീട്ടിൽ തന്നെ താമസിക്കും. എന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം എന്റെ മകൻ വരുന്നില്ല. എന്തിനാണോ എന്റെ മനസ്സിൽ നിന്നുകൂടി അവൻ അകറ്റിക്കൊണ്ടുപോകുന്നത്? ഇയാളല്ലേ ഈ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാകാൻ അവൻ സഹായിച്ചത്? അതെ, വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഈ കേസിൽ പ്രതികളെ ഞാൻ കണ്ടെത്തിയത്. പ്രതികളുടെ പക്കൽ നിന്ന് പണം വാങ്ങി കോടതിയിൽ മലക്കം പറയുന്ന ചില പബ്ലിക് പ്രോസിക്യൂട്ടർമാരുണ്ട്. അവരെ പോലെ ആകില്ല രഘു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആദ്യം അവൻ സമ്മതിച്ചില്ല. പിന്നീട് വളരെയധികം ആലോചിച്ചിട്ടായിരിക്കും അവ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അഡ്വക്കേറ്റ് എടുക്കുന്നതായിരിക്കും ഈ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. അതുകൊണ്ട് തന്നെ ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടും. നടക്കാൻ പോകുന്നില്ല. നടക്കും വക്കീലെ, അതേ നടക്കൂ. സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ്ങിന്റെ അവസാനം പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞെത്തി എന്റെ നെറ്റിൽ ചുംബിച്ചുകൊണ്ട് എന്റെ അമ്മ പറഞ്ഞു, നിനക്ക് ജീവിക്കാനുള്ളത് നിന്റെ അച്ഛൻ കൃഷി ചെയ്തുണ്ടാക്കിയിട്ടുണ്ട്. ആക്കിയിട്ട് സമ്പാദിക്കാൻ നോക്കരുത്. എന്നും സത്യത്തോടൊപ്പം നിൽക്കണം. അതിന് കഴിയില്ലെങ്കിൽ ജോലി രാജിവെച്ച് പോയിക്കോണം. എന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക് ഈ നിമിഷം വരെ ഞാൻ പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർവീസിൽ
എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അതൊന്നും എന്റെ നീതിബോധം ഇതുവരെ ബാധിച്ചു. സാർ, എന്തുകൊണ്ട് സാറിന്റെ മകന്റെ നീതിബോധത്തോടൊപ്പം നടന്നുകൂടാ? ഗുണ്ടകൾക്ക് ക്രിമിനലുകൾക്കും വേണ്ടിയിട്ടല്ലാതെ സത്യസന്ധമായ ഒരു കേസിൽ സാറിന് ബാധിച്ചു. എന്റെ കണ്ടീഷൻസ് അംഗീകരിച്ച് എന്റെ അടുത്ത് വരുന്നവരാണ് എന്റെ കക്ഷികൾ. അവർക്ക് വേണ്ടി ഞാൻ കേസ് വാദിക്കും. അങ്ങനെ വാദിച്ച ഒരു കേസും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. ഈ കേസും അങ്ങനെ തന്നെയാവും. എങ്കിൽ ആദ്യമായി പരാജയപ്പെടാൻ തയ്യാറായിക്കോളൂ. എനിക്ക് കൂടെ ഉണ്ടെങ്കിൽ സകല പഴുതുകളും അടച്ച് ഞാൻ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ നിന്ന് ഒരു പ്രതിയും രക്ഷപ്പെടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും കൂടി സകലമാന തെളിവുകളും കൊണ്ട് കോടതിയിൽ വാ. ഒരു ചീട്ട് കൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുന്നത് ഞാൻ കാണിച്ചു തരാം. അടർക്കളത്തിലെ കലറിക്കുതിച്ചെത്തും കടിഞ്ഞാണ് പൊട്ടിയോ രംഗക്കുതിരയെ. അടർക്കളത്തിലെ കലറിക്കുതിച്ചെത്തും കടിഞ്ഞാണ് പൊട്ടിയോ രംഗക്കുതിരയെ. ഏതധർമ്മത്തിൻ അല്ല ഏതേതു ധർമ്മത്തിൻ മന്ത്രച്ചരണിനാൽ ഒതുക്കി തളയ്ക്കുമീ ധർമ്മം പുലർത്തുവാൻ രക്തബന്ധങ്ങളോരോന്നും ഭിന്നിച്ച് അടരാടി നിൽക്കുന്ന നീതിന്യായത്തിന്റെ വ്യവഹാരശാലയിൽ വിൽപ്പനച്ചരക്കായി മാറുന്നു നീതിയും. വിൽപ്പനച്ചരക്കായി മാറുന്നു നീതിയും. നീതിക്കു വേണ്ടി ഇരക്കുന്ന പ്രാവിനെ കൂട്ടിലിട്ടോരോ മണിത്തൂവലും പിച്ചി പറിച്ചെടുത്ത് നഗ്നയാക്കുന്നു. കറുത്ത കോട്ടിട്ട രാക്ഷസ ബുദ്ധിമാൻ. കറുത്ത കോട്ടിട്ട രാക്ഷസ ബുദ്ധിമാൻ. സിന്ധുവിന് എത്ര വയസ്സായി? 21. 21. എത്ര വരെ പഠിച്ചു? ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു? ഇല്ല, സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോ പഠിക്കണ്ടെന്ന് പറഞ്ഞു. എന്ന് സിന്ധു പറഞ്ഞോ സിന്ധുവിന്റെ അമ്മ പറഞ്ഞു? ഞാനാ പറഞ്ഞു. അച്ഛനായിരുന്നു വീട്ടിലെ വരുമാന സ്രോതസ് അല്ലേ? അച്ഛൻ മരിച്ചതിന് ശേഷവും അമ്മ സിന്ധുവിന്റെ പഠിപ്പ് നോക്കി. പിന്നെ സിന്ധുവിന് മനസ്സിലായി ദുർനടപ്പിലൂടെയാണ് സിന്ധുവിന് പഠിക്കാനുള്ള പണം അമ്മ ഉണ്ടാക്കുന്നത്. ആ പണം ഉപയോഗിച്ച് ഇനി പഠിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ സിന്ധു പഠനം നിർത്തിയത്? അല്ല, എന്റെ അമ്മ അത്തരക്കാരിയൊന്നല്ല. അല്ലേ? അമ്മയുടെ തൊഴിൽ ചെയ്യാൻ അമ്മ എത്ര പ്രാവശ്യം സിന്ധുവിന് നിർബന്ധിച്ചിട്ടുണ്ട്? വല്ലാതെ അടുക്കള പണി ചെയ്ത എന്റെ അമ്മ എന്നെ പഠിപ്പിച്ച് അമ്മയുടെ കഷ്ടപ്പാട് കണ്ടിട്ടാ ഞാൻ പഠിപ്പ് നിർത്തിയ. ഒരു ദുർനടപ്പുകാരിയുടെ മകളായി ജനിക്കേണ്ടി വന്നതിന് സിന്ധുവിന് എപ്പോഴെങ്കിലും വിഷമം തോന്നി? ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്റെ കക്ഷിയെ മാനസികമായി താഴ്ത്താൻ വേണ്ടി അനാവശ്യമായ ചോദ്യങ്ങളാണ് പ്രതിഭാവം പറ്റി ചോദിക്കുന്നത്. ഒബ്ജക്ഷൻ ഓവർ. താങ്ക് യു. സിന്ധു, ആ നിൽക്കുന്ന 5 പേരെ സിന്ധു അറിയും? എങ്ങനെ എങ്ങനെ അറിയും? പറയൂ. അവരെന്ത് ചെയ്തെന്ന് പറയും. എന്ത് ചെയ്തെന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയും. അവരിൽ ആരാണ് സിന്ധുവിനെ ആദ്യം സ്പർശിച്ചത്? എവിടെയാണ് സ്പർശിച്ചത്? എങ്ങനെയാണ് സ്പർശിച്ചത്? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ പ്രതിഭാവത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്റെ കക്ഷിയെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒബ്ജക്ഷൻ ഓവർ. താങ്ക് യു യുവർ ഓണർ. സംഭവം നടന്നുവെന്ന് പോലീസ് പറയുന്ന കഴിഞ്ഞ ആഗസ്റ്റ് 10-ാം തീയതി എന്റെ കക്ഷികളായ മനോജ്, ശ്യാംകുമാർ, അരവിന്ദ്, അഭിലാഷ്, പ്രവീൺ എന്നിവരാരും ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല.
ഇവർ അവിടെ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനും കഴിഞ്ഞിട്ടില്ല. ഒബ്ജക്ഷൻ യുവറാണ്. ഹോട്ടലിലെ റൂം പോയി അവരെ പോലെയുള്ള 5 പേരെ സംഭവ ദിവസം അവിടെ കണ്ടുവെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. യുവറാണ്, അവരെ പോലെയുള്ളവരെ കണ്ടിട്ടുള്ളൂ, അവരെ കണ്ടിട്ടില്ല. ഒരാളെ പോലെ 7 പേർ ലോകത്തുണ്ടെന്നാണ് കണക്ക്. അപ്പോൾ റൂം ബോയ് കണ്ടത് അവരെ പോലെ ഇരിക്കുന്ന മറ്റാരെയോ ആണ്, അവരെയല്ല. പീഡനം നടന്നുവെന്ന് പറയുന്ന സമയം ഓഗസ്റ്റ് 10 രാവിലെ 10-നും 12:15-നും ഇടയിലുള്ളതാണ്. അന്ന് ബാങ്കിംഗ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡ് സംസ്ഥാന വ്യാപകമായി കേരളത്തിലെ 173 കേന്ദ്രങ്ങളിൽ കാഷ്യർ തസ്തികയ്ക്കുള്ള ബാങ്ക് ടെസ്റ്റ് നടത്തിയിരുന്നു. തലസ്ഥാന നഗരിയിലെ വിവിധ സ്കൂളുകളിൽ അന്ന് രാവിലെ 10 മണിക്ക് ആരംഭിച്ച പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന എന്റെ കക്ഷികൾ 5 പേരും എങ്ങനെ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരാകും? എന്റെ കക്ഷികൾ അന്നത്തെ പരീക്ഷ എഴുതിയെന്ന് തെളിയിക്കുന്ന അവരുടെ ഹോൾ ടിക്കറ്റ് കോപ്പികൾ യുവർ ഓണർ, എന്റെ കക്ഷികൾ ഈ നിൽക്കുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടില്ല. ഇല്ലാത്ത ഒരു പീഡന കഥയുണ്ടാക്കി സമൂഹത്തിലെ ഉന്നതരും മാന്യന്മാരുമായ വ്യക്തികളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിക്കുന്ന ഈ പെൺകുട്ടിയുടെ വാക്കുകളെ കോടതി വിശ്വസിക്കരുതെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. That's all, Your Honor. എത്ര ജന്മമിതേറ്റുവാങ്ങും എത്ര അഗ്നിപരീക്ഷണങ്ങൾ ഭൂമി ഒന്നു പിളർന്നു ഏറ്റുവാങ്ങും വരേക്കുമായി ഇനിയേതു വഴികൾ, ഇനിയേതു വഴികൾ, ഇനിയേതു വഴികൾ. ഓർഡർ ഓർഡർ. ഈ കേസിന്റെ വിധി അടുത്ത മാസം 17-ലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. തലസ്ഥാന നഗരിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് സിന്ധു എന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കേട്ടതിലും പ്രതിഭാഗത്തിന്റെ 17 സാക്ഷിമൊഴികളും വാദിയുടെ 14 സാക്ഷിമൊഴികളും ഈ കോടതി വിശദമായി പരിശോധിച്ചതിലും ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള മനോജ്, ശ്യാംകുമാർ, അരവിന്ദ്, അഭിലാഷ്, പ്രവീൺ എന്നിവർ ചേർന്നാണ് സിന്ധുവിനെ പീഡിപ്പിച്ചത് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ആയതിനാൽ ഈ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് ഈ കോടതി ഉത്തരവാകുന്നു. പരമേട്ടോ, how is dialogue? ഇത് ഇത്രയും വേണോ? ദേ, ഇത്ര ലോങ് ഡയലോഗ് വേണം എന്നാണ് നാടകത്തിന് റിട്ടാമ്പ് ഉള്ള കുട്ടിയാണ്. അയ്യേ, ഇത് എവിടെയാ എഴുതി വെച്ചിരിക്കണേ? അയ്യോ, ഒരക്ഷരം മാറിയതാ. ഒരക്ഷരം മാറി അത് വലിയ തെറിയായി. അതെ, ഈ മലയാള ഭാഷയുടെ ഒരു കുഴപ്പേ പൂവ് പോലെയുള്ള ആകെ എഴുതിയത് വായിക്കേണ്ട കുട്ടിയെ. എന്തായാലും പരമേട്ടാ, നമ്മളിത് കലക്കും. ഞാൻ എന്തായാലും രഘുവേട്ടൻ ടോണി സാറിനെ കാണിക്കാൻ പോവാ. അതിത് തീർന്നിട്ടില്ല കുട്ടിയെ. അപ്പൊ ഇതുവരെ രാമഭദ്രൻ സാറ് ജയിച്ചതിന്റെ ആഘോഷ എന്തൊക്കെയായിരുന്നു ഓർമ്മകൾ? മലപ്പുറം കത്തി അമ്പൂരി എല്ലാം കഴിഞ്ഞു, പവനായി ശവമായി. അച്ഛൻ വക്കീല് ജയിച്ചു, മോൻ വക്കീല് തോറ്റു. എന്നാലും രഘു സാറ് ജയിക്കേണ്ടതായി. അതെങ്ങനെയാ? കോടതി മുറിക്കുള്ളിൽ രാമഭദ്രൻ സാറിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല മോളെ. പരമേട്ടാ, അമ്മയെ കാണുന്നില്ലല്ലോ. ആ സമയം അവിടെയുള്ളൂ മോളെ. കാടാമൊഴിയിൽ കുട്ടികളൊക്കെ ഗുരുവായൂരിലെ പ്രസാദവും കഴിഞ്ഞ് തൃപ്രാറ് കയറി തൊഴുതിട്ടേ വരും. പിന്നെ കൂടെ പോയിരിക്കുന്ന ആ ജോലല്ലേ, അവൻ അടിച്ച് വൃത്തിയാക്കിയിട്ടേ വരും. ഭാഗ്യത്തിന് ജോലി കൊണ്ടുപോയിട്ടില്ല. അമ്മ സമ്മതിക്കാനിട്ടാ. എന്റെ മനസ്സ് പറയുന്നത് തിരിച്ചു വരുമ്പോ അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാ. അതെന്താ? ആ പളനിച്ചാമി തട്ടിമുട്ടിയും കൂടെ പോയിട്ടുണ്ട്. മിക്കവാറും അവര് രണ്ടുപേരും
കസ്റ്റഡിയിലും വെള്ളമാ തമിഴ്ത്തിയുടെ കസ്റ്റഡിയിലും. ഭാഗ്യത്തിന് ചുറ്റുമൊന്നുമില്ല. ഇനി ഇത് നോക്കി അങ്ങോട്ട് നിർവൃതി അടയാല്ലേ. ചമ്പകം നീ അവിടെ പരമേട്ടാ, പാവമ്മ ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. കരച്ചിലും വെപ്രാളോ. വക്കീലമ്മേ സമ്മതിച്ചു കൊടുക്കണം. മോൻ വക്കീലും അച്ഛൻ വക്കീലും. അച്ഛൻ ജയിച്ചാൽ മോൻ തോറ്റു, മോൻ തെറ്റാൽ അച്ഛൻ തോറ്റു. ഇവരെ രണ്ടുപേരുടെ ഇടയിൽ തോറ്റു തിന്നാൻ പാടി ആ പാവം അമ്മ. മകന് കാലകേടാണെന്നും പറഞ്ഞ് ഇപ്പൊ അമ്പലങ്ങളൊക്കെ കയറി ഇറങ്ങി നടക്കുക. പെട്ടതള്ളമാർക്ക് അതിനല്ലേ കഴിയും. അതിന് കോടതി വിധിയൊന്നും അമ്മ അറിഞ്ഞിട്ടില്ലല്ലോ. ഫോണാണെങ്കിൽ കൊണ്ടുപോയിട്ടില്ല. എന്തറിയാം, അമ്മക്കറിയാം അച്ഛനെ ജയിക്കും. എന്റെ മനസ്സ് പറയുന്നത് രഘു സാറിന്റെ ഉള്ളിലുള്ള മകൻ രാമോദരൻ സാറിന്റെ മുന്നിൽ മനഃപൂർവ്വം തോറ്റതായിരിക്കും. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അതല്ല ഞാനും പറഞ്ഞു. അപ്പൊ ഞാനെന്താ പരമേട്ട, അതല്ല ഞാനും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടോ എവിടെ മര്യാദ തന്റെ നാടകം എഴുത്തൊക്കെ കഥ ഇപ്പൊ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അല്ല പറയുമ്പോ ഈ നാടകം കൊണ്ട് പോലെ പ്രയോജനമുണ്ടോ? ഇതൊരു ജീവിത കഥയാണ് സാറേ. അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ അപ്പൊ തന്നെ കുറിച്ചിടും. ഇപ്പൊ കഥ ഒരു പ്രതിസന്ധിയില്ല. എന്താ മഷി? അതല്ല, നായകൻ തോറ്റു ഇല്ല ശരി. ഇപ്പോഴത്തെ ചോക്ലേറ്റ് നായകന്മാരൊന്നും തോൽവിയിൽ നിന്നും ഒരു പാടും പഠിക്കില്ല. അവർക്ക് ചില പ്രത്യേക കൂട്ടുകെട്ടുകളുണ്ട്. അതാണ് തോൽവി സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നായകന് നല്ലൊരു കൂട്ടു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. മനസ്സിലായില്ലേ? രഘുവും ദുർഗയുമായുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ ഞാൻ തീരുമാനിച്ചു. കോടതി മുറിക്കുള്ളിൽ അച്ഛനോട് ഏറ്റുമുട്ടിയ മകൻ പരാജയപ്പെട്ട് വീട്ടിലെത്തുന്നു. അച്ഛനോട് നടത്തിയ വെല്ലുവിളികൾ, കേസിലെ പരാജയം എന്നിവ അവന്റെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നു. ഒടുവിൽ അവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് കയറുമായി പോകുമ്പോൾ അച്ഛൻ മകനെ തടയുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. അച്ഛന്റെ സ്നേഹത്തിന്റെ മുന്നിൽ മകൻ കീഴടങ്ങുന്നു. തുടർന്ന് കല്യാണം. മകന്റെ ആത്മാവെടുക്കാൻ വന്ന കാലൻ ചമ്മി മടങ്ങിപ്പോകുന്നു. ദേവന്ന് യഥാർത്ഥ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല. കോഴി മുട്ടയുടെ മരണം പോലെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷമായിക്കട്ടെ. ഇയാളെ കൂടും കുടിക്കുകയാണ്. വക്കീലിന് എന്താ എത്രമാത്രം കാണാനുള്ളത്? നീയും നിന്റെ വക്കീലും സിയും കൂടി തലകുത്തി നിന്നിട്ട് എന്തായി? കേസ് ഞങ്ങൾ ജയിച്ചില്ലേ? ആവശ്യത്തിന് കാശും കൂടെ രാമഭദ്രൻ വക്കീലുണ്ടെങ്കിൽ ഏത് കേസിനാ ഊരി പോരാൻ പറ്റാത്തത്? വക്കീലുണ്ടോ? ഉണ്ടോന്ന് അറിയില്ല. എന്നാ മോളിലും അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാനൊരു കാര്യം നിങ്ങളോട് രണ്ടുപേരോടും പറയണമെന്ന് കരുതിയതാണ്. പക്ഷെ മറന്നുപോയി. എന്താണ്? കേസ് ഞങ്ങൾ ജയിച്ചു. എന്റെ മകനോ അവന്റെ കൂട്ടുകാരോ ആ പെങ്കൊച്ചിനോ ഒന്നും ചെയ്തില്ല. ഇത് കോടതി പറഞ്ഞതാ. ഇനി ഞാനൊരു വിധി നടപ്പാക്കും. കുറച്ചു കാലം കൂടി ഞങ്ങളുടെ ഗവൺമെന്റ് ഉണ്ടാകും. നിന്നെ കൊണ്ട് ഞാൻ പഠിപ്പിക്കും. ഞാൻ രാഷ്ട്രീയ ശക്തി എന്താണെന്ന് ഞാൻ കള്ളസാക്ഷികൾ ഹാജരാക്കി കേസ് ജയിച്ചതിന്റെ അഹങ്കാരം എന്നോട് കാണിക്കരുത്. ഞാൻ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കലവൂർ പെൺപാടിപ്പ് കേസിൽ താനും ഉണ്ടെന്ന് ഞാനൊന്ന് വെറുതെ പറഞ്ഞാൽ മതി. ബാക്കി ഇവിടുത്തെ പത്രക്കാരും ചാനലുകാരും ചേർന്ന് ആഘോഷിച്ചോളും. അതോടെ തീരും തന്റെ രാഷ്ട്രീയ ഭാവി. പിന്നെ ഒരു പഞ്ചായത്ത് മെമ്പർ മൂലാക്കില്ലതാ. നേതാവിന്റെ പാട്ടുകാർ തന്നെ ചോദിക്കുന്നുണ്ട്, നേതാവിനൊന്ന് ഒതുക്കി തരുമോ? എന്താ, ഞാനൊന്ന് ശ്രമിക്കട്ടെ. ഞാനിങ്ങോട്ട് ട്രാൻസ്ഫർ ആയി നിൽക്കുക. ഒന്ന് എങ്ങോട്ടാ? എന്തിനാ? അദ്ദേഹത്തിന്റെ അച്ഛനാ. വക്കീലിനെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തു തന്നില്ലേ? ഇനി അങ്ങേരെ അല്പം വിശ്രമിക്കട്ടെ. നീ എന്താണ് കരുതിയത്? നീ ഇവിടെ കിടന്ന് ചലച്ചത് ഞാൻ കേട്ടു. നിനക്ക് എപ്പോഴും ഇങ്ങനെ കയറി നൽകാൻ ഇതെന്താ നിന്റെ അച്ഛക്ക് സ്ഥിരം കിട്ടിയ വീടാ? ഇത് നിന്റെ വക്കീൽ ഓഫീസ് മാത്രമല്ല, സ്ത്രീകൾ കൂടെ താമസിക്കുന്ന വീടാ. നിന്നെ പോലുള്ള തെമ്മാടികൾക്ക് പെണ്ണുപിടിമാർക്ക് കയറി നൽകാനുള്ള ഇടമല്ലാതെ കേട്ടോടാ. എനിക്ക് പോടാ പന്നി കിട്ടായ പോത്തിന്റെ മോനെ. എന്തെങ്കിലും പറഞ്ഞിട്ട് പോകണം. കേസ് നോക്കിയിട്ട് നീ വിഷമിക്കട്ടെ. നമ്മളെ കൊണ്ടാവുന്നൊക്കെ നമ്മൾ ചെയ്തില്ലേ? ആ പെൺകുട്ടി
അച്ഛൻ ജയിച്ചപ്പോ എനിക്ക് സങ്കടവും നിരാശയും ഇതുവരെ എഴുതിയത് ഇതിലുണ്ട്. ഇനി എനിക്ക് വയ്യ. നാടകത്തിലെ കേസ് സാറാണ് വിജയിച്ചത്. അതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ഇത് ഞാൻ വായിച്ചത്. ഇതാ ടോണിക്കണം. ഇത് വായിച്ചോ? എന്നാ ടോണി സാറിനെ കാണിക്കാലോ. നിങ്ങളുടെ മകൾക്ക് നീതി വാങ്ങിക്കൊടുക്കാമെന്ന് പ്രതീക്ഷ കൊടുത്ത വക്കീലായത് അയാളോട് ചോദിക്കുക. അമ്മയുടെ മകൾക്ക് നീതി കിട്ടും. അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. പഴയ സിന്ധുവായി തന്നെ. എങ്ങനെ? ഞാൻ അവളെ വിവാഹം കഴിക്കും. വലിയ ആർഭാടമൊന്നും വേണ്ട. ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ജീവിതത്തിലെങ്കിലും അവൾ തിരിച്ചു വരുന്നതിലേക്ക് കാണാം. വേണ്ട സാറേ, വേണ്ട. സാറിനോട് നന്ദിയുണ്ട്. സാറിന്റെ അച്ഛന്റെ കണ്ണിൽ ഞാനൊരു വേശ്യ. എന്റെ മോള് സാറിന് ചേരില്ല. അവൾക്കോട് ഇഷ്ടമാവില്ല. അവൾ സമ്മതിച്ചു. ഇല്ല, അവള് സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കില്ല. വേണ്ട സാറേ, വേണ്ട, അത് വേണ്ട. ഇല്ല, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. എന്നെ തോൽപ്പിക്കാനാണോ നിന്റെ ഭാവം? എന്റെ കക്ഷിക്ക് ഞാൻ കൊടുത്ത വാക്ക അതെനിക്ക് പാലിച്ചേ മതിയാ. 5-6 പേർ ചേർന്ന് ഒരു രാത്രി മുഴുവൻ പീഡിപ്പിച്ച പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നത് എന്നെ തോൽപ്പിക്കാനല്ല. പക്ഷെ കോടതി പറഞ്ഞല്ലോ ഇവർ 5 പേരും അവിടെ തൊട്ടിട്ട് പോലില്ലെന്ന്. അച്ഛനല്ലേ സാക്ഷികളെ നിർത്തി വാദിച്ചത്. ഞാൻ കോടതി പറഞ്ഞ വിശ്വസിക്കണോ അതോ അച്ഛന്റെ വാക്കുകൾ വിശ്വസിക്കണോ? എനിക്ക് വിശ്വാസം കോടതിയാ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ഇവർ 5 പേരും തൊട്ടിട്ട് പോലുമില്ല. കോടതി അങ്ങനെ പലതും പറയും, പക്ഷെ സത്യം അതല്ല. ആരെന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. അതിന് എനിക്ക് അച്ഛന്റെ സമ്മതം ആവശ്യമില്ല. അതെ, പിന്നെ അച്ഛൻ ഹാജരാക്കിയ സാക്ഷിമൊഴികൾ പ്രകാരം സിന്ധു ഒരു അഭിസാരികയുടെ മകളാണ്. നാളെ മുതൽ അഭിസാരിക ഈ കുടുംബത്തിന്റെ ബന്ധുവാണ്. വിവാഹത്തിന്റെ തീയതിയും സമയം ഞാൻ അറിയിക്കാം. പറ്റുമെങ്കിൽ അച്ഛൻ വരണം. ഇവളെ കൂടെ നീ ക്ഷണിക്കുകയില്ലടാ. ഇവളെ പറയുന്നത് എന്റെ വിവാഹത്തിന്. അമ്മ വന്നിട്ട് പോയാ പോരെ?
എന്നെ എങ്ങോട്ടും വിടില്ല. അത്രയ്ക്ക് ഇഷ്ടം അന്നൊക്കെയല്ല. എന്റെ അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. നീ പറ്റുമെങ്കിൽ ക്ഷമിച്ചേക്ക. അതിന് രഘുവേട്ടനോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നിങ്ങളോടൊക്കെ കലഹിക്കാൻ ഞാൻ ആരാ? ഒരനാഥ, കുറെ സ്വപ്നങ്ങൾക്ക് കാവലിരിക്കുന്ന വെട്ടി കഴുത്ത്. അച്ഛനെ ധർമ്മസംഘത്തിലാക്കല്ല മോളെ. അച്ഛൻ പറയുന്നത് കേൾക്ക്. തൊടണ്ട, തൊടണ്ട എന്നെ. നിങ്ങൾ അതിനൊക്കെ കാരണക്കാരൻ. സ്വാർത്ഥനാ നിങ്ങൾ. പണത്തിനോടുള്ള ആർത്തി കാരണം മക്കളുടെ മനസ്സറിയാതെ പോയ സ്വാർത്ഥൻ. ഞാൻ നിങ്ങളെ ഒന്നും സ്നേഹിച്ചിട്ടില്ലേ? ഇല്ല, നിങ്ങളെ സ്നേഹിച്ചത് പണത്തെയാ. മക്കളോടുള്ള സ്നേഹം പോലും കച്ചവടമായി കാണുന്നവരാ നിങ്ങൾ. ഈ നിൽക്കുന്ന മകന്റെ മനസ്സ് വായിക്കാൻ പണത്തിന്റെ തിമിരം ബാധിച്ച നിങ്ങളുടെ കണ്ണുകൾക്ക് കഴിയില്ല. ഒരിക്കലും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. രഘുവേട്ടനോട് എനിക്ക് പഴക്കമൊന്നുമില്ല. പിന്നെ കല്യാണത്തിന് ഞാൻ വരില്ല. എന്തിനാ വെറുതെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എവിടെങ്കിലും ഒക്കെ ഉണ്ടാകും. ഈ കരിഞ്ഞ മനസ്സിന് നിറം പകരാൻ കുറെ നല്ല ഓർമ്മകള് രഘുവേട്ടൻ എനിക്ക് തന്നിട്ടില്ലേ? അത് മുഴുവൻ ഞാൻ സ്വന്തമായിട്ട് എടുക്കുക. അത് മാത്രം തിരികെ ചോദിക്കരുത്. തരില്ല. എന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും നിങ്ങൾ തമ്മിൽ യോജിപ്പിക്കാം. കാല് പിടിക്കണം. വേണ്ട, എനിക്ക് വേണ്ടി ആരും ആരെയും കാലി പിടിക്കണ്ട. ഞാൻ തീരുമാനിച്ചു. എനിക്ക് പോണം. ഞാൻ പോകും. എന്നാ പോ. എല്ലാരും പോ. അഡ്വക്കേറ്റ് രാമഭദ്രൻ മക്കളുടെ മുമ്പിൽ സ്വാർത്ഥൻ, സമൂഹത്തിന്റെ മുന്നിൽ പിശാച്, കോടതി മുറിക്കുള്ളിൽ 10 തലയുള്ള രാവണൻ ഒക്കെ എന്റെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ എടുത്താണ് എന്റെ പൊയ്മുഖമായത്. എന്നിട്ടും എന്റെ മക്കൾക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ കഴിയും. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. ഞാൻ പോകും. എനിക്ക് പോണം. എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് എനിക്ക് പോണം. അമ്മ എന്റെ മുടിയിൽ തലോടുന്ന എന്റെ അമ്മയോട് എനിക്ക് പറയണം. അമ്മയുടെ മോടി പഠിച്ചതൊക്കെ വെറുതെ ആയിരുന്നു. എന്റെ അച്ഛനോട് എനിക്ക് പറയണം. അമ്മ അവനെ ധിക്കരിച്ചെന്ന്. ഞാനിങ്ങോട്ട് വരാം. അച്ഛാ, അമ്മേ, എനിക്ക് അങ്ങോട്ട് വരണം. ഞാൻ പോവാ. കണ്ണുനീർമഴത്തുള്ളികളോരോന്നും ഇടിമിന്നലിൻ തീരുകിത്തിളയ്ക്കുന്നു. ഹൃദയമിടിപ്പുപോലും ഇടിമുഴക്കമായി പെയ്തിറങ്ങുന്നു. അതെ, ഞാൻ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. ഒരു ചെറിയ ഫാമിലി പ്രോബ്ലം. അത് അഡ്വക്കേറ്റ് കൃഷ്ണദാസിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഫയലൊക്കെ ഞാൻ അങ്ങോട്ട് കൊടുത്തുള്ളൂ. ഓഫീസിലേക്കല്ല, വീട്ടിലേക്ക് തന്നെ കൊടുത്തു.
ഓക്കെ. ആ ശരി ശരി. റൈറ്റ്. ആ രാവിലെ ഒരു ഓട്ടോ ഇന്ന് ഇത് വഴിയായി കാശുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാഴക്ക് ഇടിയൊന്നും കിട്ടുന്നില്ല. എന്ത് പറ്റി? കൊളസ്ട്രോൾ, ഇറച്ചി ഐറ്റംസ് ഒന്നും പറ്റില്ല. പിന്നെ ഷുഗർ, പഞ്ചാരയിട്ട് ചായ കുടിക്കാൻ പറ്റില്ല. കൂടെ പ്രഷർ, എന്തെങ്കിലും ഒന്നും പറ്റില്ല. എന്താ കഴിക്കുന്നത്? ഞാൻ എല്ലാം കഴിക്കും, കുളിയും കഴിക്കും, പിന്നെ കുറവോടും ഒരു കാര്യമില്ല. ഇപ്പൊ വന്നതിന് വേറൊരു കാര്യമുണ്ട്. വക്കീലിന്റെ മോൻ വക്കീലിന്റെ മോൻ ആ മറ്റേ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് കേട്ടല്ലോ. വക്കീലിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന് കണക്ക് തീർത്ത് പണം തന്നിട്ടുണ്ട്. ഇപ്പൊ വക്കീലിനെ സഹായിക്കാൻ അവസരം വന്നപ്പോ ഞാനും സഹായിക്കുന്നു. 5 പൈസ എന്താ ആ പെൺകുച്ചിനെ താത്ത ഒരു കാര്യത്തിന് വിളിച്ച കാണില്ല. എന്റെ നാടകം എടുത്ത് ആ മോളിൽ ചെന്ന് ആ ഫയലെല്ലാം എടുത്ത് അടുക്കൽ കൃഷ്ണദാസ് നടത്തി കൊണ്ടല്ലേ ഓഫീസിലേക്കല്ല വീട്ടിലേക്ക്. മനസ്സിലായോ? ചെല്ലണോ? കണ്ണും കണ്ടോളാം. ഇവന്മാർക്കൊരു ഉത്തരവാദിത്തമില്ല. വെറുതെ നാടകം എഴുതി നടക്കാൻ വന്നാൽ ഒരു കാര്യമില്ല. നമ്മൾ ഒന്നറിയില്ല. എന്റെ കൊട്ടേഷൻ പിള്ളേർ പക്ഷേ വക്കീല് പറയണം. അപ്പോ ചാക്കോച്ചല്ലേ അപ്പൊ പെൺകുച്ചൻ തട്ടില്ല. അല്ല പ്രഷറും ഷുഗറും കൊളസ്ട്രോളും കൊള്ളാല്ലേ? ചെല്ലടോ, അന ഓടോ, ചെല്ലടോ, ഗെറ്റ് ലോസ്റ്റ്. അവൾ എണീറ്റിട്ടില്ലെന്ന് തോന്നുന്നു. അമ്മയും എണീറ്റിട്ടില്ല. ഒരുപാട് വൈകിയല്ലേ. അവളും ഉറങ്ങിയിട്ടുണ്ടാവില്ല. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അല്ല, ഞാൻ ദുർഗയെ നല്ലൊരു ഡോക്ടർ കാണിക്കണം. ഞാൻ പറഞ്ഞാൽ അവൾ അനുസരിക്കില്ല. അതെന്താ? ഇന്നലെ വരെ അച്ഛ എന്ന് മാത്രം വിളിച്ചിരുന്ന ആ വിളി പോലും അവൾ മാറ്റിക്കളഞ്ഞില്ലേ. അതെന്റെ കുറ്റം കൊണ്ടല്ലല്ലോ. ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല അവൾ. അമ്മയും ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിന്നെ നിന്റെ തീരുമാനം മാറ്റില്ലെന്നറിയാം. നടക്കട്ടെ. പക്ഷേ നിന്റെ കല്യാണത്തിന് ഞാനുണ്ടാവില്ല.
ഞാനില്ലാത്തതുകൊണ്ട് നിന്റെ അമ്മയും ഉണ്ടാവില്ല. അവിടെ നിന്റെ കല്യാണം നടക്കുമ്പോ എന്റെ ശവശരീരത്തിനടുത്ത് എന്റെ ഭാര്യയായ അവളും ഉണ്ടാകണമല്ലോ. ദുർഗേ, ദുർഗേ, മോളെ ദുർഗേ, രാമേട്ട, കാണാനില്ലെന്നോ? എല്ലായിടത്തും നോക്കിയില്ലേ? എല്ലായിടത്തും നോക്കി. ഇപ്പൊ എന്ത് ചെയ്യും? ഇന്നലെ അവള് വല്ലാതെ അസ്വസ്ഥയായിരുന്നു. അവൾ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഉറങ്ങാൻ കിടന്നത്. ഞാൻ എഴുന്നേക്കാൻ അല്പം താമസമായി. എഴുന്നേറ്റ് നോക്കിയപ്പോ മോളെ കാണുന്നില്ല. ശ്രദ്ധിക്കണമെന്ന് ഞാൻ ശ്രദ്ധിച്ചതാ. ഞാൻ എവിടെയെല്ലാം നോക്കി, എവിടെയും കാണുന്നില്ല. മോളെ, മോളെ ഒന്ന് വിളിക്കണം. ശോ, മോളെ, എല്ലാരും തീ തെറ്റിച്ചു കളഞ്ഞു. എവിടെ എന്റെ മോള്? ഇതാ രഘു പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ ഇന്നലെ രാത്രി എങ്ങോട്ടൊന്നുമില്ലാതെ ഇറങ്ങി തിരിച്ചതാവും. ഞാൻ ഡ്യൂട്ടി ഉണ്ടായിരുന്ന പോലീസുകാരാ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയപ്പെട്ട നിലയിൽ ഇവിടെ കണ്ടെത്തി. നിങ്ങളുടെ ഭർത്താവ് തന്നെ. ഈ കേസിലും പ്രതികൾ ചാക്കോടെ മകൻ കൂട്ടുകാര് പരാതി എഴുതി തന്നാൽ അന്വേഷിക്കാം. പക്ഷേ പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം പ്രതികൾക്ക് വേണ്ടി നിങ്ങളുടെ ഭർത്താവ് കോടതിയിൽ ഹാജരാകും. ഇല്ലാത്ത തെളിവുകളുണ്ടാക്കി പ്രതികളെ രക്ഷിക്കും. ഇവരുടെ വളർത്തമ്മയായ നിങ്ങളെ എന്റെ മോളെ ഈ വിധം നശിപ്പിച്ചവർ ആരായിരുന്നാലും അവരെ ഞാൻ വെറുതെ വിടില്ല. പ്രതികാരം ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പ് മകളോട് കൂടി ഒന്ന് ചോദിക്കും. സമ്മതമാണോ? സമ്മതമല്ല. ആരും മാരണ പ്രതികാരം ചെയ്യണ്ട. അപ്പോ എന്റെ മോളെ ഇങ്ങനെ ക്രൂരമായി നശിപ്പിച്ചവര് ചോദിക്കണമെന്നോ? അത്രയും നീചനാണോ മോളെ ഞാൻ? അത്രയും വെറുക്കപ്പെട്ടവനാണോ ഈ അച്ഛൻ? ജാനകി, കേട്ടില്ലേ നമ്മളെ മോള് പറഞ്ഞത്? എന്റെ മോൾ അപമാനിക്കപ്പെട്ടപ്പോഴാ അച്ഛൻ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ആഴം എനിക്ക് മനസ്സിലായത്. എന്നോട് ക്ഷമിക്കോളെ, ക്ഷമിക്കേ. ഈ കരച്ചിൽ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. വേണ്ട, അല്ലാതെ ഇങ്ങനെ ഹൃദയം വെട്ടി നിർത്തി വേദനിപ്പിക്കാൻ വേണ്ടി വയ്യ. മതി, നിർത്താം നമുക്ക് ഈ നാടകം. നാടകോ? എന്താ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താരും ഒന്നും ഉണ്ടാത്തത്? എല്ലാവരുടെ നാളിറങ്ങിപ്പോയോ? അമ്മേ, എല്ലാം ഞാൻ പറയാം. സിന്ധു പീഡന കേസിന്റെ വിധിക്ക് ശേഷം ഇവിടെ അരങ്ങേറിയതെല്ലാം നമ്മുടെ പരമേട്ടൻ തയ്യാറാക്കിയൊരു നാടകമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എന്റെ അഭിനയം? അയ്യോ, വിളിക്കാൻ വെച്ചിട്ട് ഇതെന്ന് തോന്നണേ. അങ്ങനെ നമ്മള് മാത്രം വിട്ടുകളായി. നീ എന്തിനാ അവളെ തല്ലിയത്? എല്ലാവരുടെയും കൂടെ അവള് കൂട്ടുനിന്നില്ലേ? എന്നാലും അവളെ തല്ലണ്ടായിരുന്നു. 10-12 വയസ്സ് മുതൽ വളർത്തുന്നതോ? എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയല്ലോ. പുതിയ കാലമല്ലേ, ന്യൂ ജനറേഷൻ. അവരുടെ കാര്യങ്ങളൊക്കെ അവരെ തീരുമാനിക്കുന്നു, അവര് നടപ്പിലാക്കുന്നു. നമുക്ക് എന്താ കാര്യം? എല്ലാം സഹിക്കുക തന്നെ, അല്ലാതെ എന്താ ചെയ്യുക? എന്നോട് ക്ഷമിക്കമ്മേ. അമ്മേ, നമ്മുടെ പരമേട്ടനും രഘുവേട്ടനും കൂടി പറഞ്ഞ കാരണം ഞാൻ അങ്ങനെയൊക്കെ അഭിനയിച്ചത്. അല്ലാതെ
അച്ഛാ, ഒരു വക്കീലായി നിന്നുകൊണ്ട് അച്ഛനെ തിരുത്താൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഒരു മകനായി നിന്ന് അച്ഛനെ തിരുത്താൻ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. അച്ഛനെ അത് ചെയ്തത് ഓർക്കുക. ഇതിന്റെ സൂത്രധാരനെ ആ പരമുവിനെ വാഴാണ്. എന്നെ അങ്ങനെ തൂക്കിക്കൊല്ലു. 26 വർഷമായി ഞാൻ വക്കീൽ ജോലി ചെയ്തു. ഒന്ന് മാറ്റി ചിന്തിക്കണം എന്നെനിക്ക് തോന്നിയിട്ടില്ല. വിജയങ്ങൾ ഓരോന്നും കൈപ്പിടിയിൽ ഒതുക്കുമ്പോഴും അഹങ്കാരത്തോടു കൂടിയുള്ള അഭിമാനമായിരുന്നു എനിക്ക്. പക്ഷേ മാറ്റി ചിന്തിപ്പിക്കാൻ പരമോ നിന്റെ നാടകം കാരണമാണ്. നാടകം ഇത്രയും ഹൃദയസ്പർശിയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരിക്കലും. നാടകത്തിന്റെ ക്ലൈമാക്സ് ഡയലോഗ് സാർ തന്നെ അങ്ങോട്ട് പറയും. ഇതാണ് നാടകത്തിന്റെ ക്ലൈമാക്സ്. അഡ്വക്കേറ്റ് രാമഭദ്രൻ ഇനി ഒരു ക്രിമിനലിന് വേണ്ടിയും കേസ് വാദിക്കില്ല. നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി എന്റെ മകനോടൊപ്പം നിന്നുകൊണ്ട് പോരാടും. ഇതാണ് ഈ നാടകത്തിന്റെ ക്ലൈമാക്സ്. നല്ല വില കിട്ടുമെങ്കിൽ കൊടുത്തോളോ കുട്ടിയെ. നീതി കിട്ടാതെ അലയുന്ന 10,000-കണക്കിന് സാധാരണക്കാർക്ക് വേണ്ടി ഈ നാടകം സമർപ്പിക്കുന്നു. സ്നേഹപൂർവ്വം, ഗുരുവായൂർ ബന്ധു.